ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഞാൻ എടുത്ത പോർഷന്റെ ഒരു റിവിഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ എടുത്ത കാര്യങ്ങൾ എല്ലാം ഒന്ന് എന്താ ഒരു ഫൈനൽ റിവിഷൻ പോലെ ഒന്ന് പോവാണ്. അപ്പൊ നിങ്ങളുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ റിവിഷൻ സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫി, എൻവയോൺമെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ സയൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് വന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ അതേമാതിരി തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICTയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതില് മെയിൻ ആയിട്ടും 2025-ലെ 2024-ലെ സെറ്റിന്റെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൻവയോൺമെന്റ് മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് നമ്മൾ ക്ലാസ്സിലെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്റ് വാലി മൂവ്മെന്റ് ഇസ് റിലേറ്റഡ് ടു. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എഗെയിൻസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ടൗൺ ഇൻഹാബിറ്റൻസ്. ഓപ്ഷൻ ബി പ്രൊട്ടക്ടിംഗ് എവർഗ്രീൻ ഫോറസ്റ്റ് ഫ്രം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്. ഓപ്ഷൻ സി ട്രീ ഹഗ്ഗിംഗ് മൂവ്മെന്റ്. ഓപ്ഷൻ ഡി എഗെയിൻസ്റ്റ് ലാർജ് ഡാംസ് ഓൺ നർമ്മദ. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ സൈലന്റ് വാലി മൂവ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആണ്. അപ്പൊ സൈലന്റ് വാലി മൂവ്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ട മൂവ്മെന്റ് ആണ്? സൈലന്റ് വാലി എന്ന് പറയുന്നത് എന്താണ്? എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അപ്പൊ സൈലന്റ് വാലിയിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് വരുന്നതിനെതിരെയും സൈലന്റ് വാലി എവർഗ്രീൻ ഫോറസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നടന്ന മൂവ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സൈലന്റ് വാലി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1984-ലാണ് ഏത് മൂവ്മെന്റ് നടക്കുന്നത്? സൈലന്റ് വാലി മൂവ്മെന്റ് നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ ഇസ് അഗെയിൻസ്റ്റ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. ഓപ്ഷൻ ബി ലാർജ് ഡാംസ് അക്രോസ് നർമ്മദ റിവർ. ഓപ്ഷൻ സി ഫോറസ്റ്റ് ഫയർ. ഓപ്ഷൻ ഡി മൈനിങ്. അപ്പോ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് എന്തിനെതിരെയാണ് നടന്നത്? നർമ്മദ റിവറിന് അക്രോസ് ലാർജ് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുക വഴി അവിടെയുള്ള ലോക്കൽ പോപ്പുലേഷന്റെ എന്താണ് അവരുടെ ആവാസ വ്യവസ്ഥയൊക്കെ നശിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരെയാണ് എന്ത് നടന്നിട്ടുള്ളത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന മൂവ്മെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്? കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ലാർജ് ഡാംസ് അക്രോസ് നർമ്മദ റിവർ ആണ്. അപ്പൊ ആ ഡാം ആണ് ഏതെന്ന് പറയുന്നത്? സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. ഡാം പിന്നീട് എന്ത് ചെയ്തു? ആദ്യകാലത്ത് പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സർദാർ സരോവർ ഡാം എന്ത് ചെയ്തു? കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് ഇസ് നോൺ ഫോർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, ട്രീ ഹഗ്ഗിംഗ് ടു പ്രിവെന്റ് ഡീഫോറസ്റ്റേഷൻ, ഡാം പ്രൊട്ടസ്റ്റ്, റിവർ ക്ലീനിങ്. അപ്പൊ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രീ ഹഗ്ഗിംഗ് എന്ന് പറയുന്ന മൂവ്മെന്റ് ആണ് അല്ലെ. ട്രീ ഹഗ്ഗിംഗ് ടു പ്രിവെന്റ് ഡീഫോറസ്റ്റേഷൻ. അപ്പൊ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷനെതിരെ നടന്ന മൂവ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ വില്ലേജസ് എന്താണ് ചെയ്തത്? ട്രീസ് കട്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ട്രീനെ ഹഗ് ചെയ്തു. അത് ആ മൂവ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എൻവയോൺമെന്റ് മൂവ്മെന്റും അത് നടന്ന വർഷവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. അപ്പൊ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മേജർ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് 1700 തൊട്ടിട്ട് ഏകദേശം 2000 വരെ നടന്ന പല സമയങ്ങളിലായിട്ട് നടന്ന മൂവ്മെന്റ് ആണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ബിഷ്ണോയ് മൂവ്മെന്റ് ആണ്. അപ്പൊ ആദ്യത്തെ മൂവ്മെന്റ് ഏതാണ്? ബിഷ്ണോയ് മൂവ്മെന്റ് ആണ്. ഞാൻ ഇവിടെ ഓരോന്നായിട്ട് എഴുതാട്ടോ. ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ബിഷ്ണോയ് മൂവ്മെന്റ് ആണ്. ബിഷ്ണോയ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നടന്ന വർഷം ഓർത്ത് വെക്കുക. അത് 1700-ലാണ് എന്ത് നടന്നിട്ടുള്ളത്? ബിഷ്ണോയ് മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. അപ്പൊ അത് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി ബിഷ്ണോയ് മൂവ്മെന്റ് നടന്ന ആ റീജിയൻ ചിലപ്പോൾ നമ്മളോട് ഏത് പ്ലേസിലാണെന്ന് ചോദിക്കാം. അത് കെജാർലി എന്ന് പറയുന്ന മാർവാർ റീജിയൻ, രാജസ്ഥാനിലാണ് ഈ മൂവ്മെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്? നടന്നിട്ടുള്ളത്. അപ്പൊ രാജസ്ഥാനിൽ നടന്ന മൂവ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ബിഷ്ണോയ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട പേരാണ് എന്തെന്ന് പറയുന്നത്? അമൃത ദേവി ബിഷ്ണോയ് എന്ന് പറയുന്നത്. അപ്പൊ അമൃത ദേവി ബിഷ്ണോയ് ആണ് ഈ മൂവ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ട്രീ സാക്രഡ് ട്രീസ് കട്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ മൂവ്മെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്? നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഓർത്ത് വയ്ക്കുക. ബാക്കിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തത് ചിപ്കോ മൂവ്മെന്റ് ആണ്. ചിപ്കോ മൂവ്മെന്റ് 1973-ലാണ്.
ചിപ്കോ മൂവ്മെന്റ് 1973. അപ്പോൾ നമ്മളോട് രണ്ട് രീതിയിൽ ചോദിക്കാം. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ എൻവയോൺമെന്റൽ മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ചിപ്കോ മൂവ്മെന്റ് ആണ് 1973. പക്ഷെ അതേ സ്ഥാനത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ എൻവയോൺമെന്റൽ മൂവ്മെന്റ് എന്നിട്ട് ഓപ്ഷനിൽ ബിഷ്ണോയ് മൂവ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യണം? ബിഷ്ണോയ് മൂവ്മെന്റ് സെലക്ട് ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചിട്ട് എന്ത് ചെയ്യുക? എഴുതുക. അപ്പൊ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ അത് ഏതാണ്? ചിപ്കോ മൂവ്മെന്റ് ആണ്, 1973. അപ്പൊ അതിന്റെ റീജിയൻ ചോദിക്കും. ഉത്തരാഖണ്ഡിലുള്ള ചമോലി ഡിസ്ട്രിക്റ്റ് ആണ്. ഈ മൂവ്മെന്റ് നടക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ് ചമോലി ഡിസ്ട്രിക്ട്, ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ചിപ്കോ മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ ഈ റീജിയൻ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡർ ആണ് ആരെന്ന് പറയുന്നത്? സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരും എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. സുന്ദർലാൽ ബഹുഗുണ, അതുപോലെ തന്നെ ഗൗരാദേവി, ഇവരൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? ചിപ്കോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചിപ്കോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ് സുന്ദർലാൽ ബഹുഗുണ, ഗൗരാദേവി, സുദേശാദേവി, ഭാഷ്നി ദേവി, അതുപോലെ ചന്ദി പ്രസാദ് ഭട്ട്, അതുപോലെ ഗോവിന്ദ് സിംഗ് റാവത്ത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഏത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചിപ്കോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ സുന്ദർലാൽ ബഹുഗുണ അതേപോലെ ഗൗരാദേവി, ഇവരുടെ പേരുകൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി ഇതും എന്തിന് എതിരെയുള്ളതായിരുന്നു? ഹിമാലയൻ സ്ലോപ്സിലുള്ള ട്രീസ് കട്ട് ചെയ്തിട്ട് ഡിഫോറസ്റ്റേഷൻ നടത്തുന്നതിനെതിരെ നടന്ന മൂവ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇവരെന്താ ചെയ്തത്? ഇവര് ട്രീനെ എന്ത് ചെയ്യും? ഹഗ് ചെയ്യും. അപ്പം ട്രീ കട്ട് ചെയ്യാൻ വരുമ്പം അത് ആ കട്ട് ചെയ്യുന്ന അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീനെ എന്ത് ചെയ്യും? ഹഗ് ചെയ്യും. അതാണ് ഏതെന്ന് പറയുന്നത്? ട്രീ ഹഗ്ഗിങ് ടു പ്രിവെന്റ് ഡിഫോറസ്റ്റേഷൻ. അതാണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചിപ്കോ മൂവ്മെന്റിന്റെ അണ്ടറിൽ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. പിന്നെ സൈലന്റ് വാലി മൂവ്മെന്റ് ആണ്. സൈലന്റ് വാലി 1978 കേട്ടോ. സൈലന്റ് വാലി 1978 സൈലന്റ് വാലി മൂവ്മെന്റ് നടക്കുന്നത് എവിടെയാണ്? പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്, കേരളത്തിലാണ്. പിന്നെ ഇതിന്റെ മെയിൻ ആണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, KSSP, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഏത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഏതാണ്? സൈലന്റ് വാലി മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, കവി സുഗതകുമാരി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? എവർഗ്രീൻ ഫോറസ്റ്റ് ആയിട്ടുള്ള സൈലന്റ് വാലിനെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടന്ന മൂവ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സൈലന്റ് വാലി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാം എന്ത് ചെയ്യാൻ വേണ്ടി ഒരു പ്രപ്പോസ് ചെയ്തു. അപ്പൊ അതിനെതിരെയാണ് ഈ മൂവ്മെന്റ് നടന്നത്. ഇനി അടുത്ത ജംഗിൾ ബച്ചാവോ ആന്തോളനാണ്. 1982 എന്ത് നടക്കുന്നത്? ജംഗിൾ ബച്ചാവോ ആന്തോളൻ നടക്കുന്നത്. ജംഗിൾ ബച്ചാവോ ആന്തോളൻ 1982. അത് ഏത് ജില്ലയിലാണ്? ബീഹാറിലുള്ള സിംഗ്ഭൂം ഡിസ്ട്രിക്റ്റിലാണ് എന്ത് നടക്കുന്നത്? ജംഗിൾ ബച്ചാവോ ആന്തോളൻ നടക്കുന്നത്. അതായത് നാച്ചുറൽ സാൽ ഫോറസ്റ്റിനെ ടീക്ക് വെച്ച് റീപ്ലേസ് ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെയാണ് എന്ത് നടക്കുന്നത്? ജംഗിൾ ബച്ചാവോ ആന്തോളൻ നടക്കുന്നത്. ഇനി അതുപോലെ ആപ്പിക്കോ മൂവ്മെന്റ് 1983 ആപ്പിക്കോ മൂവ്മെന്റ് 1983 ഇത് കർണാടകത്തിലാണ് നടക്കുന്നത്. കർണാടക സ്റ്റേറ്റിൽ ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റിലാണ് ഏത് മൂവ്മെന്റ് നടക്കുന്നത്? ആപ്പിക്കോ മൂവ്മെന്റ് നടക്കുന്നത്. കർണാടക. ഇതിന്റെ ഇതാണ് നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ള ചിപ്കോ എന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആപ്പിക്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഉത്തര കന്നഡ അതുപോലെ തന്നെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് എന്ത് നടക്കുന്നത്? ആപ്പിക്കോ മൂവ്മെന്റ് നടക്കുന്നത്. ഇനി അടുത്തൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ 1985 നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ 1985 നർമ്മദ ബച്ചാവോ ആന്തോളൻ നടക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നർമ്മദ റിവർ നെക്രോസ്, സർദാർ സരോവർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിനെതിരെയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. പിന്നെ വരുന്നത് തെഹരി ഡാം കോൺഫ്ലിക്റ്റ് ആണ്. തെഹരി ഡാം കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് തെഹരി ഡാം കോൺഫ്ലിക്റ്റ് അത് 1990s എന്ത് നടക്കുന്നത്? തെഹരി ഡാം കോൺഫ്ലിക്റ്റ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡർ ആണ് ആരെന്ന് പറയുന്നത്? സുന്ദർലാൽ ബഹുഗുണ. സുന്ദർലാൽ ബഹുഗുണ. ഇത് എന്താണ്? ഈ തെഹരി ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഇൻഹാബിറ്റൻസിനെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ തെഹരി ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഒക്കെ കണക്കിലെടുത്തിട്ടാണ് ഈ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്.
എവിടെയാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്? ഭാഗീരഥി റിവറിന് അക്രോസ് ആണ് കേട്ടോ തെഹരി ഡാം. ഉത്തരാഖണ്ഡിലെ തെഹരിയിലാണ്. ഭാഗീരഥി റിവർ ആണ് അവിടെ ഓർത്ത് വെക്കേണ്ടത്. ഭാഗീരഥി റിവർ എന്നുള്ള കേസ് ഓർത്ത് വെക്കാം. ഇത്രയാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യാം, നന്നായിട്ട് ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അറേഞ്ച് ദി എൻവയോൺമെന്റൽ മൂവ്മെന്റ് ക്രോണോളജിക്കലി. അപ്പം ഇയറിന്റെ അടിസ്ഥാനത്തിൽ എൻവയോൺമെന്റൽ മൂവ്മെന്റിനെ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ആപ്പിഗോ, നർമ്മദ, ബിഷ്ണോയ്, സൈലന്റ് വാലി. അപ്പൊ ഇത് ആദ്യം നടന്നത് ഏതാണ്? ബിഷ്ണോയ് മൂവ്മെന്റ് ആണ് 1700-കളിലാണ്. അപ്പൊ ആദ്യത്തെ ഏതാണ്? 3 ആണ് ഫസ്റ്റ് വരേണ്ടത് അല്ലെ. ഇപ്പൊ 3 വന്നു. പിന്നെ അടുത്തത് ഏതാണ്? പിന്നെ സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി 1978-ലാണ് സൈലന്റ് വാലി നടക്കുന്നത്. അപ്പൊ 3 കഴിഞ്ഞിട്ട് പിന്നെ വരേണ്ടത് 4 ആണ്. പിന്നെ ഏത് മൂവ്മെന്റ് ആണ്? ആപ്പിക്കോ മൂവ്മെന്റ് ആണ്. ആപ്പിക്കോ മൂവ്മെന്റ് എപ്പോഴാണ്? 1983-ലാണ് ആപ്പിക്കോ മൂവ്മെന്റ് നടക്കുന്നത്. പിന്നെ നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് 1985-ലാണ്. അപ്പൊ ഈ ഇയർ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഒരു വർഷം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യനിൽ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ മൂവ്മെന്റ്സും. അപ്പൊ അതും എന്ത് ചെയ്യുക, അതിന്റെ ഇയറും പ്രധാനപ്പെട്ട ലീഡേഴ്സും അതുപോലെ തന്നെ ഈ മൂവ്മെന്റ് ഏത് സ്ഥലത്താണ് നടന്നതെന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബിഷ്ണോയ് 1730 1700-കളിലാണ്. സൈലന്റ് വാലി 1978-ലാണ്. ആപ്പിക്കോ മൂവ്മെന്റ് 1983-ലാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ 1985-ലാണ്. അപ്പൊ ഈ ഇയർ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. അപ്പൊ ഇത്രയാണ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എൻവയോൺമെന്റൽ മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, മൂവ്മെന്റും ഇയറും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡേഴ്സും അത് നടന്ന സ്ഥലവും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവാം. അടുത്തത് പ്രൊപ്പോണന്റ് ഓഫ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. അപ്പൊ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ പ്രൊപ്പോണന്റ് ആണ് ആരെന്ന് പറയുന്നത്? ആൽഫ്രഡ് വേഗ്നർ എന്ന് പറയുന്നത്. 1912-ലാണ് ആൽഫ്രഡ് വേഗ്നർ എന്ത് പ്രപ്പോസ് ചെയ്യുന്നത്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ത് ചെയ്യുന്നത്, പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കാലത്ത് പണ്ട് വളരെ പണ്ട് എന്താണ്, എല്ലാ കോണ്ടിനെന്റ്സും കൂടി ഒരൊറ്റ സൂപ്പർ കോണ്ടിനെന്റ് ആയിരുന്നു. അതിന് ചുറ്റിയിട്ട് എന്തുണ്ടായിരുന്നു? ഒരു മാസീവ് ഓഷ്യൻ ഉണ്ടായിരുന്നു. അതാണ് എന്ത് പറയുന്നത്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പറയുന്നത്. പിന്നീട് എന്താണ് ചെയ്യുന്നത്? ഈ വലിയ കോണ്ടിനെന്റ്, ആ കോണ്ടിനെന്റിനാണ് അദ്ദേഹം എന്ത് വിളിച്ചത്? പാൻജിയ എന്ന് വിളിച്ചത്. ചിലപ്പോൾ ചോദിക്കാം, സൂപ്പർ കോണ്ടിനെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? പാൻജിയ എന്ന് പറയുന്നത് സൂപ്പർ കോണ്ടിനെന്റ്. ഇനി ആ സൂപ്പർ കോണ്ടിനെന്റിന് ചുറ്റിയിട്ട് ഒരു റിവർ ഉണ്ടായിരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? പന്തലാസ എന്ന് പറയുന്നത്. അതാണ് റിവർ എന്ന് പറയുന്നത്. ഈ സൂപ്പർ കോണ്ടിനെന്റിനെ ചുറ്റിയിട്ട് എന്തുണ്ടായിരുന്നു? പന്തലാസ എന്ന് പറഞ്ഞിട്ട് ഒരു റിവർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതാണ് ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ പറയുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ കോണ്ടിനെന്റ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട 7 ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഏതിലും പറയുന്നത്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കോണ്ടിനെന്റ് എന്താണ്, ഏത് ഫോഴ്സ് ആണ് ഇതിന്റെ പിന്നിൽ ആക്ട് ചെയ്യുന്നതെന്നൊന്നും പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റിയിട്ടില്ല? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിക്കാർക്ക് എന്ത് ചെയ്തിട്ടില്ല, പറ്റിയിട്ടില്ല. അതിനുശേഷമാണ് എന്ത് വരുന്നത്? പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി വരുന്നത്. അപ്പൊ 1960s-ലൊക്കെയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി വരുന്നത്. ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കോണ്ടിനെന്റ്സ് എങ്ങനെയാണ് ഉണ്ടായെന്നൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇദ്ദേഹം വിചാരിച്ചത് കോണ്ടിനെന്റ്സ് ആണ് മൂവ് ചെയ്യുന്നതെന്നാണ്. പക്ഷെ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് കോണ്ടിനെന്റ്സ് അല്ല മൂവ് ചെയ്യുന്നത്. എന്താണ് മൂവ് ചെയ്യുന്നത്? പ്ലേറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പൊ ഒത്തിരി ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട. ഇത് ആര് പ്രപ്പോസ് ചെയ്തതെന്ന് മാത്രമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 1912-ലാണ് ആൽഫ്രഡ് വേഗ്നർ ആണ് എന്ത് കൊണ്ടുവന്നത്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ത് ചെയ്തത്, പ്രപ്പോസ് ചെയ്തത്. ഇനി പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി 1967-ലാണ് വരുന്നത്. അത് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മെക്കൻസി ആൻഡ് പാർക്കർ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകളാണ് എന്ത് കൊണ്ടുവന്നത്? പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി 1967-ൽ എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്. അപ്പൊ മെക്കൻസി ആൻഡ് പാർക്കർ ആൻഡ് മോർഗൻ, ഈ 3 പേരാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്ത് ചെയ്തത്, പ്രപ്പോസ് ചെയ്തത്. പിന്നെ വേറൊരു തിയറി ഉണ്ടായിരുന്നു, സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് പറഞ്ഞിട്ട് 1960s-ൽ വന്നൊരു തിയറിയാണ്. അത് ആരാണ് കൊണ്ടുവന്നത്? ഹാരി ഹെസ് ആണ് കൊണ്ടുവന്നത്. അപ്പൊ അതും കൂടെ ഇവിടെ എഴുതി വെക്കാം. പ്ലേറ്റ് ടെക്ടോണിക് തിയറി 1967-ല് മെക്കൻസി ആൻഡ് പാർക്കർ ആൻഡ് മോർഗൻ. ഇനി വേറൊരു തിയറിയാണ് സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി. സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി അത് കൊണ്ടുവന്നാണ് ആരെന്ന് പറയുന്നത്? ഹാരി ഹെസ് എന്ന് പറയുന്നത്. ഹാരി ഹെസ്.
അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് സെക്കുലൻ കാരു ഇസ് ലൊക്കേറ്റഡ്. അപ്പൊ സെക്കുലൻ കാരു എന്ന് പറയുന്ന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അത് ആഫ്രിക്കയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, സെക്കുലൻ ഹാരോ എന്ന് പറയുന്ന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. അത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്. ഏകദേശം 1,16,000 കിലോമീറ്റർ കിലോമീറ്റർ സ്ക്വയർ ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരന്നു കിടക്കുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്. അറ്റ്ലാന്റിക് കോസ്റ്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക ആൻഡ് നമീബിയ, അവിടെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, സെക്കലൻ കാരോ എന്ന് പറയുന്ന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക, അത് ആഫ്രിക്കയാണ്. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട 4 മേജർ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കാം. ഇപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇന്ത്യയിലുള്ള ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് ചോദിക്കാം. അപ്പൊ ഇന്ത്യയിൽ മേജർ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണുള്ളത്. അതിൽ ഒന്നാമത് എന്ന് പറയുന്നത് ഹിമാലയാസ് ആണ്. ഫസ്റ്റ് വൺ ഏതാണ്, ദ ഹിമാലയാസ്. രണ്ടാമത്തെ ഏതാണ്, ഇൻഡോ ബർമ റീജിയൻ ആണ്. ഇൻഡോ ബർമ റീജിയൻ. ഇനി മൂന്നാമത്തെ ഏതാണ്, ദ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ദി വെസ്റ്റേൺ ഗട്ട്സ്. മൂന്നാമത്തെ ദ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഏതാണ്, സുന്ദാലാൻഡ് ആണ്. സുന്ദാലാൻഡ്. അപ്പൊ ഇത്രയാണ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സൈറ്റ്സ് ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത്. അപ്പൊ സൈറ്റ്സ് എന്താണെന്ന് അറിയണം. അപ്പൊ സൈറ്റ്സ് ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓസോൺ ഡിപ്ലീഷൻ, ഓപ്ഷൻ ബി വൈൽഡ് ലൈഫ് ട്രേഡ് റെഗുലേഷൻ, ഓപ്ഷൻ സി ക്ലൈമറ്റ് ചേഞ്ച്, ഓപ്ഷൻ ഡി ടെററിസം. അപ്പൊ നമുക്ക് സൈറ്റ്സിന്റെ ഫുൾ ഫോം അറിയെങ്കിൽ ഇതിന്റെ ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ സൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോന ആൻഡ് ഫ്ലോറ എന്നാണ് എന്ത് പറയുന്നത്, സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ 2 രീതിയിൽ വരാം. ഒന്നെന്ന് പറയുന്നത് സൈറ്റ്സിന്റെ ഫുൾ ഫോം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സൈറ്റിന്റെ ഫുൾ ഫോം ആദ്യം ഇവിടെ എഴുതാം. കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ endangered species of wild fauna and flora. ഇതാണ് സൈറ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. എന്തിനാണ്, വൈൽഡ് ലൈഫ് ട്രേഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഇന്റർനാഷണൽ ട്രേഡ്, എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ ഇന്റർനാഷണൽ ട്രേഡ് റെഗുലേറ്റ് ചെയ്യാന്നുള്ളതാണ് എന്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, സൈറ്റ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോന ആൻഡ് ഫ്ലോറ എന്നാണ്. അപ്പോ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൺസർവേഷൻ ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. അതായത് ഏകദേശം 40,000-ഓളം എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ആൻഡ് പ്ലാന്റ്സിന്റെ ട്രേഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിൽ രണ്ട് സ്റ്റാറ്റസ് ഉണ്ട്. അപ്പൻഡിക്സ് 1 ഉൾപ്പെട്ടെന്ന് പറയുന്നത് സ്പീഷീസ് ത്രെട്ടൺ വിത്ത് എക്സ്റ്റിങ്ഷൻ ആണ്. അപ്പൊ അത്തരം സ്പീഷീസിന്റെ ട്രേഡ് എന്ന് പറയുന്നത് ജനറലി എന്താണ്, പ്രൊഹിബിറ്റഡ് ആണ്. ഇനി അപ്പൻഡിക്സ് 2 ഉണ്ട്. അപ്പൻഡിക്സ് 2 എന്ന് പറയുന്നത് സ്പീഷീസ് നോട്ട് നെസസറിലി ത്രെട്ടൻഡ് ആണ്, പക്ഷെ ട്രേഡ് കൺട്രോൾ എന്തുണ്ട്, ആവശ്യമുണ്ട്. അതാണ് അപ്പൻഡിക്സ് 2 എന്ന് പറയുന്നത്. ഇനി അപ്പൻഡിക്സ് 3 എന്ന് പറയുന്നത് സ്പീഷീസ് പ്രൊട്ടക്റ്റഡ് ഇൻ അറ്റ്ലീസ്റ്റ് 1 കൺട്രി ആണ് എവിടെ വരുന്നത്, അപ്പൻഡിക്സ് 3 വരുന്നത്. ഇനി സൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈറ്റ്സിന്റെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് മാനേജ്ഡ് ബൈ ആരാണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം UNEP ആണ്. ഇനി ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, ജനീവയിൽ, സ്വിറ്റ്സർലാൻഡിലുള്ള ജനീവയിലാണ്. അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കുക. ഇനി സൈറ്റ്സ് എന്ന് പറയുന്നത് കൊളാബറേറ്റ് വിത്ത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN-ഉമായിട്ടും അതേപോലെ തന്നെ ഇന്റർനാഷണൽ കൺസോർഷ്യം ഓൺ കോമ്പാക്ടിങ് വൈൽഡ് ലൈഫ് ക്രൈം ICCWC ഒക്കെ ആയിട്ട് ആര് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, സൈറ്റ്സ് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 184 പാർട്ടീസ് പ്ലസ് യൂറോപ്യൻ യൂണിയൻ എവിടെ മെമ്പേഴ്സ് ആണ്, സൈറ്റില് മെമ്പേഴ്സ് ആണ്. അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് ബയോളജിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്.
ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈപ്പറോപ്പിയ. ഹൈപ്പറോപ്പിയ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. നിയർ സൈറ്റഡ്നെസ് ആണോ, ഫാർ സൈറ്റഡ്നെസ് ആണോ, ബ്ലൈറ്റ്നെസ് ആണോ, കാറ്ററാക്ട് ആണോ? അപ്പൊ ഹൈപ്പറോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത് എന്താണ്? ഫാർ സൈറ്റഡ്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പറോപ്പിയ എന്ന് പറയുന്നത്. അപ്പൊ പ്രായമായ ആളുകളിലൊക്കെ കാണുന്നതാണ് ഫാർ സൈറ്റഡ്നെസ്. അതായത് ദൂരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാണാൻ വേണ്ടി പറ്റും. അടുത്തുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അതിനാണ് എന്ത് വിളിക്കുന്നത്? ഹൈപ്പറോപ്പിയ അഥവാ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് വിളിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു റിഫ്രാക്റ്റീവ് ഐ എറർ ആണ്. ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് എന്തായിരിക്കും? ക്ലിയർ ആയിരിക്കും. നിയർ ഒബ്ജക്ട്സ് എന്തായിരിക്കും? ബ്ലറി ആയിരിക്കും. അതെന്ത് ചെയ്യുക? ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കോൺവെക്സ് ലെൻസ് ആണ്. അതിന്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ഡയോപ്റ്ററിലായിരിക്കും എന്ത് പവർ പറയാം? കോൺവെക്സ് ലെൻസിന്റെ. ഇനി നിയർ സൈറ്റഡ്നെസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മയോപ്പിയ എന്ന് വിളിക്കുന്നത്. മയോപ്പിയ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോൺകേവ് ലെൻസ്. അപ്പം നിയർ സൈറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ലെൻസിന്റെ പവർ അവിടെ എങ്ങനെയാണ്? നെഗറ്റീവ് ഡയോപ്റ്ററിലാണ് എന്ത് സൂചിപ്പിക്കുക? ലെൻസിന്റെ പവർ സൂചിപ്പിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അപ്പൊ ഫാർ സൈറ്റഡ്നെസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതിന്റെ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. നിയർ സൈറ്റ്, അതായത് അടുത്തുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും, ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? നിയർ സൈറ്റഡ്നെസ് അഥവാ മയോപ്പിയ എന്ന് പറയുന്നത്. മയോപ്പിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് തരം ലെൻസ് ആണ്? കോൺകേവ് ലെൻസ് ആണ്. അതിന്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് പവർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് മയോപ്പിയ ഹൈപ്പർ മെട്രോപ്പിയും ഉള്ളത്. ഇനി അടുത്തത് ഡിസീസ് നിക്കറ്റ് നെയ്മഡ് ബ്ലൂ ഡെത്ത്. അപ്പൊ ബ്ലൂ ഡെത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡിസീസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് ഏതാണ്? കോളറയാണ്. കോളറേനെയാണ് എന്ത് വിളിക്കുന്നത്? ബ്ലൂ ഡെത്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ കോളറ എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഡയറിയൽ ഡിസീസ് ആണ്. കോസ് ചെയ്യുന്നത് ആരാണ്? ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്? കോളറ എന്ന് പറയുന്നത്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? കോളറ കോസ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ ബാക്ടീരിയൽ ഡിസീസ് ആണ്. ബാക്ടീരിയ ഏതാണ്? വിബ്രിയോ കോളറ. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? കോളറ കോസ് ചെയ്യുന്നത്. ഇനി ഇതിലെ ഓപ്ഷൻസ് നോക്കാം. എബോള എന്ന് പറയുന്നത് എന്താണ്? ഒരു സിവിയർ ആയിട്ടുള്ള വൈറൽ ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്? എബോള എന്ന് പറയുന്നത്. എബോള വൈറസ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്? എബോള കോസ് ചെയ്യുന്നത്. അപ്പൊ വൈറൽ ഡിസീസ് ആണ് എബോള എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ ഏതാണ്? എയ്ഡ്സ് ആണ്. എയ്ഡ്സ് എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന് അറിയപ്പെടുന്ന ഒരു എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്? എയ്ഡ്സ് കോസ് ചെയ്യുന്നത്. അപ്പൊ എയ്ഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറൽ ഡിസീസ് ആണ്. ഇനി അടുത്തത് പ്ലാഗ് ആണ്. പ്ലാഗ് എന്ന് പറയുന്നത് സൂണോട്ടിക് ഡിസീസ് ആണ്. ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? പ്ലാഗ് കോസ് ചെയ്യുന്നത്. യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? പ്ലേഗ് കോസ് ചെയ്യുന്നത്. അപ്പൊ റോഡൻസിന്റെ എന്താണ്? റോഡൻസ് ആണ് ഇതിന്റെ കാരിയേഴ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റഡ് ബൈ ഫ്ലീ ബൈറ്റ്സ് ഫ്രം റോഡൻസ്. അപ്പൊ അങ്ങനെയാണ് എന്ത് പകരുന്നത്? പ്ലേഗ് പകരുന്നത്. അപ്പൊ പ്ലേഗ് എന്താണ്? ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? പ്ലേഗ് കോസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളത്. പലതരം ഡിസീസസ് ഉണ്ട്. അതിനാൽ നമുക്ക് ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ്, പ്രോട്ടോസോവൻ ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസീസസ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ബാക്ടീരിയൽ ഡിസീസസ് ആണ്. പ്രധാനപ്പെട്ട ബാക്ടീരിയൽ ഡിസീസസ്, അത് കോസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാനുണ്ട്. അപ്പൊ ഒന്നാമതാണ് ട്യൂബർകുലോസിസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം ബാക്ടീരിയൽ ഡിസീസ് ആണ് നോക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് പോകുന്നതിന് മുന്നേ നോക്കിയിട്ട് പോവാം. ബാക്ടീരിയൽ ഡിസീസസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ട്യൂബർകുലോസിസ് ആണ്. ഇപ്പൊ ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്നത് ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇതാണ് എന്ത് കോസ് ചെയ്യുന്നത്? ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്നത്. എയർ ബോൺ ആയിട്ടുള്ള ഡിസീസസ് ആണ്.
പിന്നെ ഇതിന്റെ വാക്സിൻ ആണ് BCG വാക്സിൻ എന്ന് പറയുന്നത്, ബാസിലസ് കാൽമറ്റ ഗ്യൂറിൻ എന്ന് പറയുന്ന വാക്സിൻ, അത് ഓർത്ത് വെക്കുക. രണ്ടാമതാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ കോസ് ചെയ്യുന്നതാണ് കോർണി ബാക്ടീരിയം. ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? ഡിഫ്തീരിയ കോസ് ചെയ്യുന്നത്. അപ്പൊ അടുത്തത് ഡിഫ്തീരിയ. അപ്പൊ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ഏത് ബാക്ടീരിയ ആണ്? കോർണി ബാക്ടീരിയം. കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. ഈ ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? ഡിഫ്തീരിയ കോസ് ചെയ്യുന്നത്. ഇത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് എന്ത് പകരുന്നത്? ഡിഫ്തീരിയ പകരുന്നത്. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസിന് എന്ത് വാക്സിൻ ഉണ്ട്? DTP വാക്സിൻ ഉണ്ട്. DTP വാക്സിൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസിനുള്ള വാക്സിൻ ആണ് എന്തെന്ന് പറയുന്നത്? DTP വാക്സിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോളറയാണ്. കോളറ പരത്തുന്നത് വിബ്രിയോ കോളറയാണ്. കോളറ പരത്തുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴിയാണ് എന്ത് പകരുന്നത്? കോളറ പകരുന്നത്. ഇനി ഡിക്കോറൽ വാക്സിൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്സിൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ലെപ്രോസി. ലെപ്രോസിയുടെ മറ്റൊരു പേരാണ് ഹാൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഒരു ചോദ്യമാണ്. ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന എന്താണ് ഡിസീസ് ഏതാണെന്ന് ചോദിക്കും. അതേതാണ്? ലെപ്രോസി അഥവാ കുഷ്ഠം എന്ന് പറയുന്ന രോഗമാണ് ലെപ്രോസി. ലെപ്രോസി കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ബാക്ടീരിയൽ ഡിസീസിന് എക്സാമ്പിൾ ആണ് ലെപ്രോസി എന്ന് പറയുന്നത്. ലെപ്രോസി തന്നെയാണ് എന്തറിയപ്പെടുന്നത്? ഹാൻസൺസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. ഏതാണ് ബാക്ടീരിയ? മൈക്രോ ബാക്ടീരിയം ലെപ്പെ. മൈക്രോ ബാക്ടീരിയം ലെപ്രെ. ഇനി അടുത്തത് വൂപ്പിംഗ് കഫ് ആണ്. വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നതാണ് പെർട്ടൂസിസ് എന്ന് പറയുന്നത്. അടുത്തത് വൂപ്പിംഗ് കഫ് ആണ്. വൂപ്പിംഗ് കഫ് പെർട്ടൂസിസ് എന്ന് പറയും. അത് ഏതാണ്? ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? വൂപ്പിംഗ് കഫ് കോസ് ചെയ്യുന്നത്. ഇതിനെതിരെ ഏത് വാക്സിൻ ഉണ്ട്? DTP വാക്സിൻ ഉണ്ട്. അല്ലെ P എന്ന് പറയുന്നത് എന്താണ്? പെർട്ടൂസിസ് ആണ്. ഇനി അടുത്തത് ടെറ്റനസ് ആണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? ടെറ്റനസ് കോസ് ചെയ്യുന്നത്. ടെറ്റനസിനെതിരെയുള്ള വാക്സിൻ ആണ് എന്ന് പറയുന്നത് DTP എന്ന് പറയുന്നത്. അടുത്തത് ടെറ്റനസ് ആണ്. ടെറ്റനസിന്റെ ഏതാണ്? ഏത് ബാക്ടീരിയ ആണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ടെറ്റനസ് കോസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പ്ലേഗ് ആണ്. പ്ലേഗ് നമ്മൾ നേരത്തെ പറഞ്ഞു യർസീനിയ പെസ്റ്റസ് ആണ്. പിന്നെ ഗൊണേറിയ എന്ന് പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. നിസറിയ ഗൊണേറിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഗൊണേറിയ കോസ് ചെയ്യുന്നത്. ഇനി സിഫിലിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് ട്രിപ്പണീമ പല്ലീഡം എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ എഴുതാം. സിഫിലിസ് ട്രിപ്പോണീമ പല്ലീഡിയം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് സിഫിലിസ് കോസ് ചെയ്യുന്നത്. ഇനി ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി ആണ്. ഇനി അടുത്തത് ന്യൂമോകോക്കൽ ഡിസീസസ് കോസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന വൈറസ് ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട വൈറൽ ഡിസീസ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? ന്യൂമോകോക്കൽ ഡിസീസ് കോസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയൽ ഡിസീസസ് എന്ന് പറയുന്നത്. ഈ പ്രധാനപ്പെട്ട വൈറൽ ഡിസീസസ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് പ്രധാനപ്പെട്ട വൈറൽ ഡിസീസസിൽ പെട്ടതാണ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഡെങ്കി ഫീവർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൈറൽ ഡിസീസസ്. ഡെങ്കി ഫീവർ കോസ് ചെയ്യുന്നതാണ് ഏത് വൈറസ്? ഡെങ്കി വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഡെങ്കിയിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് വെക്ടർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെക്ടർ ഏതാണെന്നുള്ളതാണ്. അതായത് ഈഡിസ് കൊതുകുകൾ, ഈഡിസ് ഈജിപ്ഷി അല്ലെങ്കിൽ ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് ഇതിന്റെ ട്രാൻസ്മിറ്റിംഗ് ഏജന്റ് അഥവാ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഡെങ്കിക്കെതിരെയുള്ള വാക്സിൻ ആണ് ഡെങ്കി വാക്സിയ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതാണ് ചിക്കൻ ഗുനിയ കോസ് ചെയ്യുന്നത് ചിക്കൻ ഗുനിയ വൈറസ് ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണ്? ചിക്കൻ ഗുനിയക്കുള്ള വാക്സിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിക്കൻ ഗുനിയ വൈറസ് ഒരു RNA വൈറസ് ആണ്. ഇതിന്റെ വെക്ടർ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്തി അല്ലെങ്കിൽ ഈഡിസ് ആൽബോപിക്ടസ് വിഭാഗത്തിൽപ്പെട്ട
ഫീമെയിൽ മൊസ്കിറ്റോസ് ആണ്. ചിക്കൻ ഗുനിയയുടെ വാക്സിൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇക്സ് ചിക്ക് എന്ന് പറയുന്നത്. ഇനി വേറൊരു വൈറൽ ഡിസീസ് ആണ് പോളിയോ മെലിറ്റസ്. പോളിയോ എന്ന് പറയുന്നത് എന്താണ്, ഒരു വൈറൽ ഡിസീസ് ആണ് പോളിയോ. പോളിയോ അഥവാ പോളിയോ മെലിറ്റസ് എന്ന് പറയുന്നത് അത് കോസ് ചെയ്യുന്നത് ഏത് വൈറസ് ആണ്, പോളിയോ വൈറസ് ആണ്. പോളിയോ വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് പോളിയോ. ഇനി എയ്ഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്, എയ്ഡ്സ് കോസ് ചെയ്യുന്നത്. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണ് എയ്ഡ്സ് പകരുന്നത്, എക്സ്ക്ലൂഡിങ് സലൈവ. സലൈവ വഴി എന്ത് പകരില്ല, എയ്ഡ്സ് പകരില്ല. അത് ഓർത്ത് വെക്കാം. അപ്പൊ എയ്ഡ്സിനുള്ള തെറാപ്പിയാണ് ആന്റി റിട്രോവൈറൽ തെറാപ്പി, ART തെറാപ്പി വിത്ത് ഫോസ്റ്റംസാവിർ, അതുപോലെ ഇബാലിസുമാബ്, ഉയിക്, അങ്ങനെ കുറച്ച് എന്തുണ്ട്, ഇതിന് കുറച്ച് വാക്സിൻസ് ഉണ്ട്. പൂർണ്ണമായിട്ട് മാറില്ല, പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആന്റി റിട്രോവൈറൽ തെറാപ്പി ഏതിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എയ്ഡ്സിനെതിരെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E, G വൈറസസ് ഉണ്ട്. ഇത്രയും ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് A ആൻഡ് E, ഹെപ്പറ്റൈറ്റിസ് എയും ഇയും കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴിയാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് B, C, D ആൻഡ് G അതെന്ന് പറയുന്നത് ഒന്നിക്കൽ പാരന്ററൽ കോൺടാക്ട് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡ് വഴിയാണ് എന്ത് പകരുന്നത്, ഹെപ്പറ്റൈറ്റിസ് B, C, D, G എന്ത് ചെയ്യുന്നത്, പകരുന്നത്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് ആണെന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. അപ്പം എല്ലാം എന്താണ്, RNA വൈറസ് ആണ്. അതേസ്ഥാനത്ത് ഹെപ്പറ്റൈറ്റിസ് B മാത്രം DNA വൈറസ് ആണ്. അടുത്തത് ചിക്കൻ ബോക്സ് ആണ്. ചിക്കൻ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്, ചിക്കൻ ബോക്സ് കോസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കറന്റ്ലി ചിക്കൻ ബോക്സ് കുറെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്, ചിക്കൻ പോക്സ് കോസ് ചെയ്യുന്നത്. എയർബോൺ ഡിസീസ് ആണ്. വാക്സ് എന്തിനുള്ള വാക്സിൻ ആണ്, ചിക്കൻ പോക്സിനെതിരെയുള്ള വാക്സിൻ ആണ്. അതുപോലെ പ്രോക്വാഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വാക്സിനും ഉണ്ട്. എബോള നമ്മൾ കണ്ടു. എബോള കോസ് ചെയ്യുന്നത് ജെയറെ എബോള വൈറസ് ആണ്, ഒരു ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്. പിന്നെ സുഡാൻ എബോള വൈറസ് ഉണ്ട്. അപ്പൊ എബോള എന്നുള്ളത് ഒരു വൈറൽ ഡിസീസ് ആണെന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി നിപ്പ കോസ് ചെയ്യുന്ന നിപ്പ വൈറസ് ആണ്, അതും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കോവിഡ്-19 സാർസ് കൊറോണ വൈറസ് 2 അത് കോസ് ചെയ്യുന്നതാണ്. ഇനി ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നതും വൈറൽ ഡിസീസ് തന്നെയാണ്. അത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. അതേപോലെ സിക്ക ഫീവറും എന്ത് വൈറൽ ഡിസീസ് തന്നെയാണ്. സിക്ക വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്, സിക്ക ഫീവർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് വൈറൽ ഡിസീസിലുള്ളത്. അതിൽ പെട്ടെന്ന് പേര് എന്താണ്, വൈറസിന്റെ പേര് കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്നതാണ് ചിക്കൻ ബോക്സ് കോസ് ചെയ്യുന്ന വൈറസ് എന്ന് പറയുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് ആണ്. ഇനി അടുത്തത് കുറച്ച് എന്താണ്, പ്രോട്ടോസോവ പാരസൈറ്റിക് ഡിസീസിന്റെ കൂട്ടത്തിലുള്ള കുറച്ച് ഡിസീസ് ആണ്. അതിൽ ഒന്നാമത്താണ് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രിപ്പനോസോമിയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രിപ്പനോസോമ ബ്രൂസെ എന്ന് പറയുന്ന ഒരു ഏജന്റ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്, സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്നത്. അതിന്റെ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ZZ ഫ്ലൈ ആണ്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ കാലാസർ ഇമ്പോർട്ടന്റ് ആണ്. ലീഷ്മേനിയ സ്പീഷീസിലുള്ള പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്, കാലാസർ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മലേറിയ പ്ലാസ്മോഡിയം പാരസൈറ്റ്സ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്, മലേറിയ കോസ് ചെയ്യുന്നത്. അപ്പൊ മലേറിയ തന്നെ പ്ലാസ്മോഡിയം വിവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഒവാലെ എന്നൊക്കെ പറഞ്ഞ കുറെ എന്തുണ്ട്, പാരസൈറ്റുകൾ ഉണ്ട്. അപ്പം അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ മലേറിയ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം വിഭാഗത്തിൽപ്പെട്ട പാരസൈറ്റ്സ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്, മലേറിയ കോസ് ചെയ്യുന്നത്. ഇനി മലേറിയയുടെ വെക്ടർ എന്ന് പറയുന്നത് അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ എലിഫന്റിയാസിസ്, അതാണ് നമ്മൾ മന്ത് എന്ന് പറയുന്നത്. അത് ബുച്ചറേറിയ ബാൻഡ്രോഫ്റ്റി എന്ന് പറയുന്ന ഏജന്റ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്, എലിഫന്റിയാസിസ് മന്ത് കോസ് ചെയ്യുന്നത്. മന്ത് പരത്തുന്നത് ആരെന്നെയാണ്, മൊസ്കിറ്റോ തന്നെയാണ് മന്ത് പരത്തുന്നത്. അപ്പം എലിഫന്റിയാസിസ് കോസ് ചെയ്യുന്നത് ബുച്ചറേറിയ ബാൻഡ്രോഫ്റ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്രൂഗിയ മലൈ, ബ്രൂഗിയ തിമോറി എന്നൊക്കെ പറയുന്നവരാണ് ഇതിന്റെ കോസേറ്റീവ് ഏജന്റ്സ് എന്ന് പറയുന്നത്. ഇനി മലേറിയ ആണെങ്കിൽ ആരാണ്, പ്ലാസ്മോഡിയം വിഭാഗത്തിൽപ്പെട്ട പാരസൈറ്റ്സ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം
ഫാൽസിപാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യവും കൂടി ഇവിടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത വിറ്റാമിൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റൻ ആണ്. മാച്ച് ദ വിറ്റാമിൻസ് വിത്ത് കെമിക്കൽ നെയിംസ്. അപ്പം ഇവിടെ വിറ്റാമിൻ സി, വിറ്റാമിൻ എ, വിറ്റാമിൻ B9, വിറ്റാമിൻ ഡി തന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ ഫോളിക് ആസിഡ്, കാൽസിഫെറോൾ, എസ്കോർബിക് ആസിഡ്, റെറ്റിനോൾ. അപ്പൊ വിറ്റാമിൻ സിയുടെ കെമിക്കൽ നെയിം ആണ് എന്തെന്ന് പറയുന്നത്, എസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ വിറ്റാമിൻ സി എന്ന് പറയുന്നത് എസ്കോർബിക് ആസിഡ് ആണ്. വിറ്റാമിൻ എയുടെ കെമിക്കൽ നെയിം ആണ് എന്തെന്ന് പറയുന്നത്, റെറ്റിനോൾ എന്ന് പറയുന്നത്. അപ്പൊ വിറ്റാമിൻ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റെറ്റിനോൾ വരും. ഇനി വിറ്റാമിൻ B9 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോളിക് ആസിഡ് ആണ്. വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് എന്താണ്, കാൽസിഫെറോൾ ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. അത് ഇത്തവണ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. നമ്മളിവിടെ എന്താണ്, അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് വളരെയധികം വാർത്തകളിലൊക്കെ പ്രാധാന്യം കിട്ടിയ ഒരു കാര്യമാണ്. ഒത്തിരി പേർക്ക്, ഒത്തിരി കുട്ടികൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ പല സ്ഥലത്തും ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന ഫാറ്റൽ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ്. അത് കോസ് ചെയ്യുന്നത് നൈഗ്ലേറിയ ഫൗളേറി എന്ന് പറയുന്ന ഒരു അമീബയാണ്. ആ അമീബനെ കാണുന്നത് എവിടെയാണ്, വാം ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ഒരു തരം അമീബയാണ് എന്ന് പറയുന്നത് നൈഗ്ലേറിയ ഫൗളേറി എന്ന് പറയുന്നത്. അപ്പൊ ആ അമീബ കോസ് ചെയ്യുന്ന ഒരു ഡെഡ്ലി ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ എഴുതി വെക്കാം. ഈ ചോദ്യം നല്ല ചാൻസ് ഉണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അമീബിക് മെനിഞ്ചോ നൈഗ്ലേറിയ ഫൗളേറി. ഇനി അടുത്തത് വിറ്റാമിൻസും അതിന്റെ കെമിക്കൽ നെയിംസും ആണ്. അപ്പൊ എല്ലാ വിറ്റാമിൻസും അതിന്റെ കെമിക്കൽ നെയിംസും എന്ത് ചെയ്യാം, പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യണം, പോകണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വിറ്റാമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. ഇവിടെ ഞാൻ എഴുതാം, വിറ്റാമിൻ എ റെറ്റിനോൾ. വിറ്റാമിൻ സി, വിറ്റാമിൻ ബി ഒരുമിച്ച് നമുക്ക് പഠിക്കാം. വിറ്റാമിൻ സി എസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ ഡി കാൽസിഫെറോൾ. വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ. വിറ്റാമിൻ കെ ഫില്ലോക്കിനോൺ. ഇത്രയാണ് വിറ്റാമിൻസും അതിന്റെ കെമിക്കൽ നെയിംസും. ഇനി അടുത്തത് വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻസ് അതിന്റെ കെമിക്കൽ നെയിംസും ആണ് നമുക്ക് നോക്കാനുള്ളത്. വിറ്റാമിൻ B1 അത് തൈമിൻ ആണ്. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ ആണ്. വിറ്റാമിൻ B3 നിയാസിൻ. വിറ്റാമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്. വിറ്റാമിൻ B6 പീരിഡോക്സിൻ. വിറ്റാമിൻ B7 ബയോട്ടിൻ. വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്. ഇത്ര എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓസ്മോട്ടിക് പ്രഷർ ഇൻ ബ്ലഡ് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ്, ആൽബുമിൻ ആണ് എന്ത് ചെയ്യുന്നത്, ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ പ്ലാസ്മ പ്രോട്ടീൻ ആണ് എന്തെന്ന് പറയുന്നത്, ആൽബുമിൻ എന്ന് പറയുന്നത് ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ്.
ഇനി ഇതിൽ വേറൊരു കാര്യം കൂടെ നോക്കാനുള്ളത്, ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കണേ. ഡെഫിഷ്യൻസി ഡിസീസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. വിറ്റാമിനും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസും. അപ്പൊ വിറ്റാമിൻ എയുടെ ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. വിറ്റാമിൻ എ കൊണ്ടുള്ള ഡെഫിഷ്യൻസി, എ ഇല്ലെങ്കിലുള്ള ഡെഫിഷ്യൻസി ഡിസീസ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇനി വിറ്റാമിൻ B1 ആണ് ബെറിബറി എന്ന് പറയുന്നത്. തൈമിൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വിറ്റാമിൻ B1ന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ബെറിബറി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവുന്നത്. ഇനി വിറ്റാമിൻ B2 അറിബോ ഫ്ലാവിനോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, വിറ്റാമിൻ B2യുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അറിബോ ഫ്ലാവിനോസിസ്. ഇനി വിറ്റാമിൻ B3 നിയാസിൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, പെല്ലാഗ്ര പ്രിവെന്റീവ് വിറ്റാമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിയാസിൻ ആണ്. നിയാസിൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വിറ്റാമിൻ B3യുടെ ഡെഫിഷ്യൻസി ആണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ B5 ഫാൻറ്റോതെനിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് പാരിസ്തെസിയ എന്ന് പറയുന്ന ഡിസീസ്. പാരസ്തെസിയ എന്ന് പറയുന്ന ഡിസീസ്. ഇനി വിറ്റാമിൻ B6ന്റെ കുറവ് കൊണ്ടാണ് അനീമിയ ഉണ്ടാവുന്നത്. അനീമിയ വിറ്റാമിൻ B6 ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. B7 കൊണ്ടാണ് ഡെർമറ്റൈറ്റിസ് അതുപോലെ എൻഡറൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി B9 ആൻഡ് B12 ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവുന്നത്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, പെർനീഷ്യസ് അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നൊക്കെ പറയുന്നത് വിറ്റാമിൻ B9 B12ന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ്. വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് സ്കർവി എന്ന് പറയുന്നത്. സ്കർവി അതാണ് സ്വെല്ലിംഗ്, ഗംസിലുള്ള സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവുന്നത് വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. വിറ്റാമിൻ ഡി ആണ് റിക്കറ്റ്സ്, കണ എന്ന് പറയും. റിക്കറ്റ്സ് ഓസ്റ്റിയോമെലേഷ്യ അതൊക്കെ വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇനി വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി വിറ്റാമിൻ ആണ്. അപ്പം അത് ലെസ് ഫെർട്ടിലിറ്റി കോസ് ചെയ്യും. അതുപോലെ വിറ്റാമിൻ കെ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. അപ്പൊ വിറ്റാമിൻ കെ കുറവാണെങ്കിൽ ബ്ലഡ് എന്താവില്ല, ക്ലോട്ട് ആവില്ല. അപ്പൊ നോൺ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഉണ്ടാവുന്നത് വിറ്റാമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അടുത്തത് ഓസ്മോട്ടിക് പ്രഷറിന്റെ കേസ് നമ്മൾ പറഞ്ഞു, ആൽബുമിൻ ആണ്. ആൽബുമിൻ ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ്. ആൽബുമിൻ ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഓസ്മോട്ടിക് പ്രഷർ ഇൻ ബ്ലഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഓട്ടിസം. ഓട്ടിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പെക്ട്രം ഡിസോർഡർ ആണ്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ്. അതെന്ന് പറയുന്നത് ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ആണ്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരുതരം ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ആണ്. അതെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഓട്ടിസത്തിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷനുള്ള ബുദ്ധിമുട്ട്, അതായത് പെർസിസ്റ്റന്റ് ചാലഞ്ചസ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഇന്ററാക്ഷൻ ഒക്കെ എന്താണ്, കുറച്ച് ചലഞ്ചിങ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ചില ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്. അപ്പൊ ചില ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഒക്കെ ഉള്ള ആളുകൾക്ക് ചില പ്രത്യേക ആക്ടിവിറ്റീസിൽ എന്തുണ്ടാവും, നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവാം. ഓക്കെ. ഇനി ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതിന്റെ സിംറ്റംസ് കാണാം. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു എക്സ്ട്രീം സെൽഫ് അബ്സോർപ്ഷനും അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ ഒക്കെ എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഓട്ടിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ. അപ്പം ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അതിനൊക്കെയുള്ള ഒരു ഡിഫിക്കൽട്ടി ഓട്ടിസം ഉള്ള ആളുകൾക്ക് ഉണ്ടാവാം. അപ്പം ഒരു റെഡ്യൂസ്ഡ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ റെസിപ്രോസിറ്റി ആയിരിക്കും. അതായത് ബാക്ക് ഫോർത്ത് കമ്മ്യൂണിക്കേഷൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ്. പിന്നെ വേറെ എന്ന് പറയുന്നത് റെപ്പിറ്റേറ്റീവ് മോട്ടോർ മൂവ്മെന്റ്സ് ആണ്. എന്തേലൊക്കെ എന്താണ് മോട്ടോർ മൂവ്മെന്റ്സ്, റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ, അത് എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഓട്ടിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ ഇതുപോലെ സെൻസറി പ്രോസസ്സിംഗ് ഡിഫറൻസസ് ഉണ്ടാവും. ചിലപ്പോൾ ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോ റിയാക്ടിവിറ്റി ഉണ്ടാവാം. അതായത് പെയിൻ, ടെമ്പറേച്ചർ, സൗണ്ട്, ടെക്സ്റ്റേഴ്സ് അങ്ങനെയുള്ള എന്താണ് ഇൻപുട്ടുകളോട് ചിലപ്പം ഹൈപ്പർ ആയിട്ടുള്ള
റിയാക്ഷൻ കാണിക്കാം, അല്ലെങ്കിൽ എന്താണ് ഹൈപ്പോ റിയാക്ടിവിറ്റി കാണിക്കാം. അപ്പൊ അതൊക്കെ എന്തിന്റെ ഇതാണ് ഓട്ടിസം ഉള്ള ആളുകളിൽ കാണപ്പെടുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്ലെക്സിയ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ, അതുപോലെ ഡിസ്ഗ്രാഫിയ, അതുപോലെ ഡിസ്കാൽക്കുലിയ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡിസബിലിറ്റീസ് ആണ്, ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ് കേട്ടോ. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ലേണിംഗ് ഡിസബിലിറ്റീസിൽ പെട്ടതാണ് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, അതുപോലെ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇനി ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഒരു കോമൺ ന്യൂറോ ഡെവലപ്മെന്റൽ ലേണിംഗ് ഡിസബിലിറ്റി ആണ്. അതായത് ഇവർക്ക് എന്തുണ്ടാവും, വായിക്കാൻ, എഴുതാൻ, അതുപോലെ തന്നെ സ്പെല്ലിങ്, അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രോസസ്സിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ജനറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റിലുള്ള ഡിഫറൻസ് കൊണ്ടൊക്കെയാണ് എന്തുണ്ടാവുന്നത്, ഇത്തരം ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവുന്നത്. അപ്പൊ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ഇനി അടുത്തത് ഫിസിക്സിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്നാമത്തത് യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ്. അപ്പൊ ഒരു ലെൻസിന്റെ പവർ പറയുന്നത്, നമ്മൾ നേരത്തെ ലെൻസിന്റെ കേസ് പറഞ്ഞു, മയോപ്പിയ പോലെ ഹൈപ്പർ മെട്രോപ്പിയയിലൊക്കെ ഉപയോഗിക്കുന്ന ലെൻസുകൾ ഏതാന്നൊക്കെ പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞു ഡയോപ്റ്ററിലാണ് പറയുന്നതെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഡയോപ്റ്റർ ആണ്, നെഗറ്റീവ് ഡയോപ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ലെൻസിന്റെ പവർ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഡയോപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഒരു പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, 1/4 ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പവർ തരും, എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് തന്നിട്ട് നമ്മളോട് എന്ത് ചോദിക്കും, ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് കിട്ടാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ 1/4 ഫോക്കൽ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്, പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത്. ഇനി മീറ്റർ ഇൻവേഴ്സ് എന്നുള്ള യൂണിറ്റ് നമുക്ക് ഇവിടെ പറയാം. മീറ്റർ ഇൻവേഴ്സ് 1/4 ഫോക്കൽ ലെങ്ത്. ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ഡയോപ്റ്റർ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്, മീറ്റർ ഇൻവേഴ്സ് എന്നുള്ളതിന് ഇക്വലന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഡയോപ്റ്റർ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. അതാണ് SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡയോപ്റ്റർ ആണ്. ഇനി അടുത്തത് ആൻറ്റാറസ് ആൻറ്റാറസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആൻറ്റാറസ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, AI ടൂൾ, സബ്മറൈൻ, സൈക്ലോൺ, സ്റ്റാർ. അപ്പൊ ആൻറ്റാറസ് എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടാണ്. അപ്പൊ ആൻറ്റാറസ് എന്ന് പറയുന്നത് എന്താണ്, ആൽഫ സ്കോർപ്പി എന്ന് പറയുന്ന മാസീവ് ആയിട്ടുള്ള ജയന്റ് ആയിട്ടുള്ള എന്താണ് സ്റ്റാർ ആണ് എന്തെന്ന് പറയുന്നത്, ആൻറ്റാറസ് എന്ന് പറയുന്നത്. ഇത് ബ്രൈറ്റസ്റ്റ് 15th ബ്രൈറ്റസ്റ്റ് ഇൻ ദ നൈറ്റ് സ്കൈ ആണ് എന്തെന്ന് പറയുന്നത്, ആൻറ്റാറസ് എന്ന് പറയുന്നത്. ആൽഫ സ്കോർപ്പി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്, ഓർത്ത് വെക്കുക. മാസീവ് ആയിട്ടുള്ള ഹൈലി ലൂമിനസ് ആയിട്ടുള്ള റെഡ് സൂപ്പർ ജയന്റ് സ്റ്റാർ ആണ് എന്തെന്ന് പറയുന്നത്, ആൻറ്റാറസ് എന്ന് പറയുന്നത്. ഇത് പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് 2025 2024 ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ 1 ഓഫ് ദി ലാർജസ്റ്റ് നോൺ സ്റ്റാർ ആണ് എന്തെന്ന് പറയുന്നത്, ആൻറ്റാറസ് എന്ന് പറയുന്നത്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. അത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി അടുത്തത് 5000 കിലോമീറ്റർ MIRV ന്യൂക്ലിയർ മിസൈൽ മിഷൻ. ആ മിഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതെന്ന് പറയുന്നത് ദിവ്യാസ്ത്ര എന്ന് പറയുന്ന മിഷൻ ആണ്. ദിവ്യാസ്ത്ര എന്ന് പറയുന്നത് MIRV എന്ന് പറയുന്നത് MIRV എന്ന് പറയുന്നത് എന്താണ്, ഒരു റീ എൻട്രി വെഹിക്കിൾ ആണ്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റഡ് റീ എൻട്രി വെഹിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MIRV ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നതാണ് ഈ മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന മിഷൻ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആണ് ഇതിന്റെ ആരാണ് കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ DRDO ആണ്. ഇത് എന്തെന്ന് പറയുന്നത് ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് അഗ്നി 5 മിസൈൽ ആണ് കേട്ടോ. അഗ്നി 5 മിസൈലിന്റെ ടെസ്റ്റിംഗ് ആണ് ഇവിടെ നടന്നത്. ഫസ്റ്റ് സക്സസ്ഫുൾ ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് അഗ്നി 5 ആണ്. അഗ്നി 5 മിസൈലിന്റെ ടെസ്റ്റിംഗ് ആണ് നടന്നത്. എന്താണ്, വിത്ത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. അതാണ് MIRV ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ഇത് എവിടെയാണ് ക്യാരി ഔട്ട് ചെയ്തത്, APJ അബ്ദുൽ കലാം ഐലൻഡ് ഇൻ ഒഡീഷയിലാണ് ഈ മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന ഫ്ലൈറ്റ് ടെസ്റ്റ് എന്ത് ചെയ്തത്, ക്യാരി ഔട്ട് ചെയ്തത്. അപ്പൊ ഈ MIRV ടെക്നോളജി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നുള്ളതാണ് MIRVയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്.
ഇതൊക്കെയാണ് ഫിസിക്സ് റിലേറ്റഡ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അപ്പം യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സിൽ എല്ലാ ഫണ്ടമെന്റൽ യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റും എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് മിനിമം ടോട്ടൽ ഫാറ്റി മാറ്റർ ഫോർ എ ഗ്രേഡ് 1 ടോയ്ലറ്റ് സോപ്പ്. ടോയ്ലറ്റ് സോപ്പിൽ മിനിമം ടോട്ടൽ ഫാറ്റി മാറ്റർ എത്ര വേണം എന്നാണ്. 76% ആണ് അതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇത്ര ഒരു സ്റ്റാൻഡേർഡ് പറയുന്നുണ്ടാവും. അപ്പോൾ ഒരു ടോട്ടൽ ഫാറ്റി മാറ്ററിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഗ്രേഡ് 1 ടോയ്ലറ്റ് സോപ്പിൽ 76% ആണ്. അതായത് ഗ്രേഡ് 1 സോപ്പ് എന്ന് പറയുന്നതാണ് സുപ്പീരിയർ ഇൻ ക്വാളിറ്റി ആണ്, ബെറ്റർ ക്ലെൻസിങ് ആൻഡ് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നുണ്ട്. സോപ്പ് എന്ന് പറയുന്നത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേഡ് 1ന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 76% ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകൾ ഇപ്പം എന്താണ്, അതിലൊക്കെ എന്തുണ്ടാവും, ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്നത് എത്ര, ഇതിലും കൂടുതലുണ്ടാവും, 76%-നേക്കാളും കൂടുതൽ ഉണ്ടാവും. അപ്പം ഈ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, 76% അല്ലെങ്കിൽ ഹയർ ഉണ്ടായാൽ അത് നമ്മുടെ സ്കിൻ എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. അതായത് ബെറ്റർ മോയ്സ്ചറൈസേഷൻ, ലെസ് ഹാർഷ്നെസ്. അതായത് ടോട്ടൽ ഫാറ്റി മാറ്റർ കുറവാണെങ്കിൽ, ഈ ഫാറ്റി മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഓയിൽ, അതായത് എന്താണ്, മോർ നാച്ചുറൽ ഫാറ്റ്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഹാർഷ്നെസ് എന്തായിരിക്കും, സോപ്പിന്റെ കുറവായിരിക്കും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഹാഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലതായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ത് വേണം, 76% ഹയർ ഉണ്ടാവുന്നത് എപ്പോഴും എന്താണ്, നല്ലതാണ്. അപ്പൊ അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി വൈശേഷിക ഫിലോസഫി. വൈശേഷിക ഫിലോസഫി എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസിന്റെ അണ്ടറിലും വരുന്നതാണ്. നമ്മുടെ ഈ അറ്റോമിക് തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫിലോസഫിയാണ് എന്തെന്ന് പറയുന്നത്, വൈശേഷിക ഫിലോസഫി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ICT-യിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തത് പ്രൈമറി സൈബർ ലോ ഇൻ ഇന്ത്യ ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രൈമറി സൈബർ ലോ എന്ന് പറയുന്നത് ഇതാണ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ്. 2000-ലാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് കൊണ്ടുവരുന്നത്. അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇനി സെക്ഷൻ 66F ഓഫ് ദി IT ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 66 എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, സൈബർ ടെററിസം, അതിനെതിരെയുള്ള പണിഷ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 66F പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ദി IT ആക്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് പോവാം. സെക്ഷൻ 4 എന്ന് പറയുന്നതാണ് ഇലക്ട്രോണിക് റെക്കോർഡ്സിന് ലീഗൽ റെക്കഗ്നിഷൻ കൊടുക്കുന്ന സെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻ 4 എന്ന് പറയുന്നത്. അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിഗ്നേച്ചറിന് ലീഗൽ റെക്കഗ്നിഷൻ കൊടുക്കുന്നതാണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. അത് ജസ്റ്റ് രണ്ടും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നമുക്ക് നോക്കാനുണ്ട്. സെക്ഷൻ 43. സെക്ഷൻ 43 എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം, ഡേറ്റ തെഫ്റ്റ് ഓർ അൺഓതറൈസ്ഡ് ആക്സസ്. അതാണ് സെക്ഷൻ 43. പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം, അതുപോലെ ഡേറ്റ തെഫ്റ്റ്. ഇതൊക്കെയാണ് ഏതിൽ പറയുന്നത്, സെക്ഷൻ 43-ൽ പറയുന്നത്. അതിനുള്ള പെനാൽറ്റി എന്താണെന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത സെക്ഷൻ 65 ആണ്. സെക്ഷൻ 65 എന്ന് പറയുന്നത് ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ് ആണ്. ഇതൊക്കെ പഠിച്ചു വെക്കണേ. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ്, സോഴ്സ് ഡോക്യുമെന്റ്സ്. ഇനി അടുത്ത സെക്ഷൻ 66 ആണ്. സെക്ഷൻ 66 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ്, അതായത് ഹാക്കിങ്, അതുപോലെ തന്നെ ഡേറ്റ ഓൾട്ടർനേഷൻ, അങ്ങനെയുള്ള ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻ 66 എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഒഫൻസസ്, അതാണ് സെക്ഷൻ 66 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 66B എന്ന് പറയുന്നത്, 66B എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഡിസ്ഹോണസ്റ്റ്ലി റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റീസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അതാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻ 66B എന്ന് പറയുന്നത്. ഡിസ്ഹോണസ്റ്റ്ലി റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് or communication devices.
അതാണ് സെക്ഷൻ 66B. ഇനി അടുത്തത് സെക്ഷൻ 66C ആണ്. 66C എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഐഡന്റിറ്റി തെഫ്റ്റ്, അതായത് പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ്. പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ് അതാണ് ഏത് സെക്ഷൻ 66C എന്ന് പറയുന്നത്. അതാണ് നമ്മൾ വേറെ ആളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ വേറെ ആളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെതിരെ എന്തൊക്കെയാണ് ശിക്ഷ, അതൊക്കെ പറയുന്നതാണ് സെക്ഷൻ 66C എന്ന് പറയുന്നത്. ഇനി 66E എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 66E ചീറ്റിംഗ് ബൈ പേഴ്സണൈസേഷൻ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ്, അതാണ് 66D ആണ്. 66D എന്ന് പറയുന്നത് cheating by personation using computer resources, അതാണ് സെക്ഷൻ 66D എന്ന് പറയുന്നത്. ഇനി 66E എന്താണ്? പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി, അതാണ് 66E. വയലേഷൻ ഓഫ് പ്രൈവസി. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ. അടുത്തത് എന്താണ്? 66F ആണ്. നമ്മൾ പറഞ്ഞു സൈബർ ടെററിസ്റ്റ് ആണ് 66F. അതൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി കണ്ടന്റ് റെഗുലേഷനും ഇന്റർമീഡിയറി ലയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെക്ഷൻ ഉണ്ട്. അതാണ് 67 എന്ന് പറയുന്നത് ഒബ്സീൻ ആയിട്ടുള്ള മെറ്റീരിയൽ ഇലക്ട്രോണിക് ഫോമിൽ എന്താണ് പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക, അതിനെതിരെയുള്ള പണിഷ്മെന്റ് ഒക്കെയാണ് സെക്ഷൻ 67 പറയുന്നത്. ബാക്കിയുള്ള ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. 67 എന്ന് പറയുന്നത് പണിഷ്മെന്റ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽസ് കേട്ടോ. ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. അതാണ് 67 എന്ന് പറയുന്നത്. 67A എന്ന് പറയുന്നത് എന്താണ്? സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ആക്ട്, അങ്ങനെയുള്ള മെറ്റീരിയൽ പബ്ലിഷ് ചെയ്യുന്നതാണ് ഏതിൽ വരുന്നത്? 67A വരുന്നത്. പബ്ലിഷിംഗ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട്. ഇനി 67B, അതായത് ചിൽഡ്രൻ 67B, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച സെക്ഷൻ ആണ്. സെക്ഷൻ 67B എന്ന് പറയുന്നത് ഡെപ്പിക്റ്റിംഗ് ചിൽഡ്രൻ ഇൻ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട്, അങ്ങനെയുള്ള മെറ്റീരിയൽ പബ്ലിഷ് ചെയ്യുന്നതാണ് പബ്ലിഷിംഗ് മെറ്റീരിയൽ. അതിനെതിരെയുള്ള പണിഷ്മെന്റ് ആണ് 67B. ഇനി 69A പറയുന്നത് പവർ ടു യൂസ് ഡയറക്ഷൻസ് ഫോർ ബ്ലോക്കിംഗ് പബ്ലിക് ആക്സസ് ടു ഇൻഫർമേഷൻ ആണ്. അതുപോലെ സെക്ഷൻ 79 എക്സംഷൻ ഫ്രം ലയബിലിറ്റി ഓഫ് ഇന്റർമീഡിയറീസ് ഇൻ സർട്ടൻ കേസസ്, സേഫ് ഹാർബർ ആണ് സെക്ഷൻ 79. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. 67, 67A, 67B ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഈ പറഞ്ഞതും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും എന്ത് ചെയ്യുക, പോകുന്നതിന് മുന്നേ വായിച്ചിട്ട് പോവാം. 66F എന്താണ്? സൈബർ ടെററിസ്റ്റ് ആണ്. ഇനി അടുത്തത് ഓൺ ഡിമാൻഡ് അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ഓവർ ഇന്റർനെറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് റെഡ്യൂസിങ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ടെക്നോളജി, അതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. എ നെറ്റ്വർക്ക് യൂസ്ഡ് വിത്തിൻ എ ബിൽഡിംഗ്, അതാണ് എന്തെന്ന് പറയുന്നത്? ലാൻ എന്ന് പറയുന്നത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വാൻ എന്ന് പറയുന്നത് എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. മാൻ എന്ന് പറയുന്നത് എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. വൈഡ് ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ 2025-24 ആ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ജോഗ്രഫി, എൻവയോൺമെന്റ്, അതേപോലെ തന്നെ ICT, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതൊക്കെ എന്താണ്
ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞതാണ്. അത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എക്സാമിന് മുന്നേ കണ്ടുപോകാന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. ഇതൊരു റിവിഷൻ സെഷൻ മാത്രമാണ്. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഇതിന്റെ കൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ എന്ത് ചെയ്യുക, എക്സാമിന് നോക്കി വെക്കാം കേട്ടോ. അപ്പം ഈ പ്രധാനപ്പെട്ട എന്താണ് ബയോളജിയിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിസീസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. അതിന്റെ ബാക്കിയാണ് നോക്കുന്നത്, പേപ്പർ 1ന്റെ ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി വിച്ച് സെക്രീറ്റ്സ് മെലാറ്റോണിൻ ഹോർമോൺ. അപ്പൊ മെലാറ്റോണിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഹ്യൂമൻ ബോഡിയിലുള്ള ഗ്ലാൻഡ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്ലാൻഡ് ആണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. ആ ഹോർമോൺ ആണ് നമ്മുടെ സിർക്കാഡിയൻ റിതം, അതായത് നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നത് ഏത് ഹോർമോൺ ആണ്, പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. അപ്പം ഗ്ലാൻസ് എന്താണെന്ന് നോക്കണം. നമുക്കിപ്പം ഇതിലിപ്പോ നമ്മൾ ഓപ്ഷനിൽ തന്നെ ഉണ്ട്, പിറ്റ്യൂട്ടറി ഉണ്ട്, തലാമസ് ഉണ്ട്, പീനിയൽ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്. അപ്പൊ ഈ മറ്റുള്ള ഗ്ലാൻഡുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ഓവറോൾ ഒരു റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് പറയാം. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് അല്ലെങ്കിൽ ടിഷ്യൂസ് ആണ്. അവരെന്താണ് ചെയ്യുന്നത്, അവര് ചില സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യും, അതെന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് ഹോർമോൺസ്, എൻസൈംസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്ലാൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളെ ബോഡിയിലുള്ള വാരിയസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സെക്രീഷൻസ് എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത് ആര്, ഗ്ലാൻസ്. അപ്പൊ ഗ്ലാൻസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നും എക്സോക്രൈൻ ഗ്ലാൻസ് എന്നും. അപ്പൊ നമ്മൾ പറഞ്ഞാണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് ആണ്. ഡക്റ്റ് ലെസ് ഗ്ലാൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തമായിട്ട് ഡക്റ്റ് ഇല്ല. അപ്പൊ അവരുടെ സെക്രീഷൻ നേരെ എങ്ങോട്ടേക്കാ പോവാ, ബ്ലഡ് സ്ട്രീമിലേക്കാണ് നേരിട്ട് പോവാ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് എന്തെന്ന് പറയുന്നത്, എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡക്റ്റ് ഉള്ള ഗ്ലാൻഡുകളെയാണ് എന്ത് വിളിക്കുന്നത്, എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് വിളിക്കുന്നത്. ഇനി മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്ലാൻഡാ, അതൊരു ചോദ്യമാണ്. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ബേസിലാണ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ആയതുകൊണ്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ എന്ത് വിളിക്കുന്നത്, മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതൊരു ചോദ്യമായിട്ട് ചോദിക്കാം, വിച്ച് ഗ്ലാൻഡ് ഇസ് നോൺ ആസ് മാസ്റ്റർ ഗ്ലാൻഡ്. ഇനി ഇത് എന്തൊക്കെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണെന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഇനി രണ്ടാമത്താണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് എന്താണ്, മിൽക്ക് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണ് എന്തെന്ന് പറയുന്നത്, പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്താണ് TSH. TSH എന്ന് പറഞ്ഞാൽ എന്താണ്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പൊ ഇതൊക്കെ ആര് സെക്രീറ്റ് ചെയ്യുന്നതാണ്, പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, പിറ്റ്യൂട്ടറിനെ വെച്ചിട്ട് നമ്മളോട് ചോദിക്കാം. അപ്പൊ ഗ്രോത്ത് ഹോർമോൺ, അതുപോലെ പ്രോലാക്റ്റിൻ, അതേപോലെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH. അപ്പൊ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് ചോദിച്ചാൽ അത് പിറ്റ്യൂട്ടറി ആണ്. ഇനി തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാണ്, നമ്മുടെ നെക്കിന്റെ ആ ഭാഗത്തായിട്ടാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഏതൊക്കെ, തൈറോക്സിൻ. പിന്നെ അതേപോലെ തന്നെ തൈറോണിൻ. ഈ രണ്ട് ഹോർമോണും ആര് സെക്രീറ്റ് ചെയ്യുന്നതാണ്, തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. അത് മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യാനാണ്. ഇനി അതുപോലെ തന്നെ എന്തുണ്ട്, കാൽസിട്ടോണിനും ഉണ്ട്. കാൽസിട്ടോണിൻ എന്തിനു വേണ്ടിയിട്ടാണ്, കാൽഷ്യം റെഗുലേഷന് വേണ്ടിയിട്ടാണ് കാൽസിട്ടോണിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് അഡ്രിനൽ ഗ്ലാൻസ് ആണ്. അഡ്രിനൽ ഗ്ലാൻസ് എന്ന് പറയുന്നത് അവര് കിഡ്നിയുടെ ടോപ്പ് പൊസിഷനിലായിട്ടാണ് അഡ്രിനൽ ഗ്ലാൻസ് ഉള്ളത്. ഇനി അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോണും അതുപോലെ തന്നെ അഡ്രിനാലിനും. അഡ്രിനൽ ഗ്ലാൻഡ്, ആൽഡോസ്റ്റിറോൺ, അതേപോലെ അഡ്രിനാലിൻ. ഇത് രണ്ടും ആരാണ്, അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഇനി പീനിയൽ ഗ്ലാൻഡിന്റെ കേസ് നമ്മൾ പറഞ്ഞു, പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ എന്ന് പറഞ്ഞു. അതെന്താണ്, സ്ലീപ്പ് വേക്ക് സൈക്കിൾ എന്താണ് റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്,
പീനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ്. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ സ്ലീപ്പ് വേക്ക് സൈക്കിൾ അല്ലെങ്കിൽ സിർക്കാഡിയൻ റിതം എന്നുള്ള ഈ 2 വേർഡ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഏതാണ്? ഹോർമോൺ ആണെങ്കിൽ മെലാറ്റോണിൻ ആണ്, സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് പീനിയൽ ആണ്. ഇനി അടുത്തത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്താണ്? പാൻക്രിയാസ് ബോത്ത് ഒരു എക്സോക്രൈനും അതുപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡും ആണ്. രണ്ടുമാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്ലാൻഡ് ഇസ് ബോത്ത് ആൻ എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിനും ഗ്ലൂക്കോഗോണും. അത് ഓർത്ത് വെക്കണേ. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഇൻസുലിൻ അതുപോലെ ഗ്ലൂക്കോഗോൺ. ഇത് രണ്ടും പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഇനി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻസ് ഉണ്ട്. മെയിൽസിൽ എന്താണ്? ടെസ്റ്റസും അതുപോലെ തന്നെ ഫീമെയിൽസിൽ ഓവറീസും ഉണ്ട്. ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈസ്ട്രോജനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും. അത് രണ്ടും എന്താണ്? റീപ്രൊഡക്റ്റീവ് ഗ്ലാൻസ് ആണ്. ഓവറീസ് എന്ന് പറയുന്നത് ഓവറീസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇനി ടെസ്റ്റസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പൊ ഇത്രയും ആണ് എന്തെന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഏത് ഗ്ലാൻഡ് ഉണ്ട്? തൈമസ് ഗ്ലാൻഡും കൂടി ഉണ്ട്. തൈമസും കൂടെ ഓർത്ത് വെക്കണം. തൈമസ് ഗ്ലാൻഡ് അത് അപ്പർ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ടാണ്. തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇനി ഇതെന്ന് പറയുന്നത് ടി ലിംഫോസൈറ്റ് മെച്യൂർ ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ തൈമസ് ഗ്ലാൻഡിൽ വെച്ചിട്ടാണ്. അപ്പൊ തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈമോസിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്, അതായത് ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എക്സോക്രൈൻ ഗ്ലാൻസ് ആണ്. എക്സോക്രൈൻ ഗ്ലാൻസിൽ ഒന്നെന്ന് പറയുന്നത് സലൈവറി ഗ്ലാൻസ് ആണ്. സലൈവറി ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നത് എന്താണ്? സലൈവയാണ്. അതിൽ എന്തുണ്ട്? എൻസൈംസ് ഉണ്ട്. പിന്നെ സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. സ്വെറ്റ് ഗ്ലാൻസ് എന്ന് പറയുന്നത് സ്കിന്നിൽ കാണുന്ന ഗ്ലാൻസ് ആണ്. ഇനി സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാമറി ഗ്ലാൻസ്. ലിവർ ആണ് നമ്മുടെ ശരീരത്തിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി അടുത്തത് അസേർഷൻ റീസൺ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ പറയുന്നത് കൺസംഷൻ ഓഫ് സ്പ്രൗട്ടഡ് സീഡ് ഈസ് കൺസിഡേർഡ് ടു ബി ഹെൽത്തിയർ ദാൻ അൺസ്പ്രൗട്ടഡ് സീഡ്. അപ്പൊ സ്പ്രൗട്ടഡ് സീഡ് എന്ന് പറയുന്നത് മുളപ്പിച്ച സീഡ് എന്നുള്ള അർത്ഥത്തിലാണ്. സ്പ്രൗട്ട്സ് ആർ റിച്ച് ഇൻ എ നമ്പർ ഓഫ് ഇമ്പോർട്ടന്റ് ന്യൂട്രിയൻസ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. സ്പ്രൗട്ടിംഗ് എന്ന് പറയുന്നത് വിറ്റാമിൻ ബി സി കണ്ടന്റ് ഒക്കെ സ്പ്രൗട്ട് വിത്ത് മുളക്കുകയാണ്. അപ്പം ചെടി വളരാൻ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസ് ഒക്കെ ആ സമയത്ത് എന്തുണ്ടാവും? റിച്ച് ആയിട്ട് അടങ്ങിയിരിക്കും അതിനകത്ത്. അതുപോലെ തന്നെ ഇത് ഡൈജസ്റ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ അസേർഷൻ എന്ത് ചെയ്യുന്നുണ്ട്? റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മങ്കി പോക്സ് ഇസ് എ ബാക്ടീരിയൽ ഡിസീസ്. അതാണ് അസേർഷൻ. ഇനി റീസൺ വന്നിട്ടുള്ളത് മങ്കി പോക്സ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് എ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. റീസൺ കറക്റ്റ് ആണ്, പക്ഷെ മങ്കി പോക്സ് എന്തല്ല? ബാക്ടീരിയൽ ഡിസീസ് അല്ല. അപ്പൊ അസേർഷൻ എന്താണ്? തെറ്റാണ്. റീസൺ കറക്റ്റ് ആണ്. മങ്കി പോക്സ് എന്ന് പറയുന്നത് വൈറസ് ഡിസീസ് ആണ്. വൈറസ് ആണ് മങ്കി പോക്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന്റെ ആൻസർ ഏതാണ്? അസേർഷൻ ഫോൾസ് ആണ്, ബട്ട് റീസൺ എന്താണ്? ട്രൂ ആണ്. ഇനി അടുത്തത് എ ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്? ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. ക്വാഷിയോർക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഡിസീസ് ആണ്. അനീമിയ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അയേൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് റിക്കറ്റ്സ് ഡിസീസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ ഡി കൊണ്ടുണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിക്കറ്റ്സ് എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് റിക്കറ്റ്സ് ഉണ്ടാവുന്നത്. ഇനി സ്കർവി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. സ്കർവി എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ഓഫ് ദ ഗം ഒക്കെയാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? സിംറ്റം എന്ന് പറയുന്നത്. വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് സ്കർവി ഉണ്ടാവുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. കാരണം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് എസെൻഷ്യൽ മിനറൽ ഫോർ ആക്ടിവേഷൻ ആൻഡ് ആക്ഷൻ ഓഫ് ത്രോംബിൻ. ഏതാണ്? അത് കാൽഷ്യം ആണ്. അതുപോലെ പഠിച്ചു വെച്ചാൽ മതി. ആക്ടിവേഷൻ ഓഫ് ത്രോംബിന് ആവശ്യമുള്ള എസെൻഷ്യൽ മിനറൽ എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം 2+ ആണ്. അതായത് ബ്ലഡ് കൊയാഗുലേഷൻ പ്രോസസ്സിൽ ഉള്ള ഒരു സ്റ്റേജ് ആണ് ആക്ടിവേഷൻ ഓഫ് ത്രോംബിൻ എന്ന് പറയുന്നത്. ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ് ആണ്. അതായത് ഇവിടെ പ്രോത്രോംബിൻ എന്ന് പറയുന്ന കോമ്പോണന്റിനെ ആക്റ്റീവ് ത്രോംബിനാക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ മിനറൽ ആണ് ഏതെന്ന് പറയുന്നത്, കാൽഷ്യം എന്ന് പറയുന്നത്. ഇവിടെ കോഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് കാൽഷ്യം അയോൺസ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നമ്മൾ ഈ ബ്ലഡ് കോയാഗുലേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പൊ ഈ പോയിന്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി അടുത്തത് കാറ്റഗറി ഓഫ് ആനിമൽസ് വിത്ത് മിക്സ്ഡ് ഹേർട്ട്. മിക്സ്ഡ് ഹേർട്ട് എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡും അതേപോലെ തന്നെ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡും എന്ത് ചെയ്യും, കൂടിക്കലരും. അതിനെയാണ് മിക്സ്ഡ് ഹേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആനിമൽസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബേർഡ്സ്, നിമറ്റോഡ്സ്, ഫിഷസ്, റെപ്റ്റൈൽസ്. അപ്പം ഇതിന്റെ ആൻസർ ഏതാണ്, റെപ്റ്റൈൽസ് ആണ്. റെപ്റ്റൈൽസിൽ എക്സെപ്റ്റ് ക്രോക്കഡൈൽ, ക്രോക്കഡൈലിൽ എന്തല്ല, മിക്സഡ് ഹേർട്ട് അല്ല. ബാക്കിയുള്ള എല്ലാ റെപ്റ്റൈൽസിലും എന്താണ്, ഇൻകംപ്ലീറ്റ് വെൻട്രിക്കുലർ സെപ്പറേഷൻ ആണ് ഉള്ളത്. അപ്പം കാറ്റഗറി ഓഫ് ആനിമൽസ് വിത്ത് മിക്സഡ് ഹേർട്ടിന് ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദി എലമെന്റ് പ്രസന്റ് ഇൻ ഓൾ ആസിഡ്. അപ്പൊ എല്ലാ ആസിഡിലും കാണപ്പെടുന്ന എലമെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏത് എലമെന്റ് ആണ് നമ്മൾ എല്ലാ ആസിഡിലും കാണപ്പെടുന്നത്? ദാറ്റ് ഇസ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് കോമൺ ടു ഓൾ ആസിഡ് ആണ്. ഓക്കെ, അപ്പം ആസിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആസിഡിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഡിഫൈൻഡ് ബൈ ദർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ അയോൺസ് ഓർ ഡൊണേറ്റ് പ്രോട്ടോൺസ് വെൻ ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പൊ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, പ്രോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ അയോൺസ്. അത് അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാ ആസിഡിലും പ്രസന്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്, ഹൈഡ്രജൻ ആണ്. ഓക്കെ, അതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് നോക്കാം. അപ്പൊ എല്ലാ ആസിഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളൊരു 2022 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കുറച്ച് ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത നമുക്ക് ജോഗ്രഫിയുടെ പോർഷൻസ് എന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ കേരള. കേരളത്തിലെ ലാർജസ്റ്റ് എർത്ത് ഡാം ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പോത്തുണ്ടി, ബാണാസുര സാഗർ, തെന്മല, മുല്ലപ്പെരിയാർ. അപ്പൊ ഇതിൽ ബാണാസുര സാഗർ ഡാം ആണ് കേരളത്തിലെ ലാർജസ്റ്റ് എർത്ത് ഡാം എന്ന് പറയുന്നത്. ബാണാസുര സാഗർ ഡാം എന്ന് പറയുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് എർത്ത് ഡാം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്, ബാണാസുര സാഗർ തന്നെയാണ്. ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബാണാസുര സാഗർ എന്ന് പറയുന്നത്. 1979 ഈ എന്താണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കബനി റിവർ ഇല്ലേ, അതിന് അക്രോസ് ആണ്. അതായത് കരമനത്തോട് റിവർ, അതായത് അത് കബനി റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ്. അതിന് അക്രോസ് ആണ് ഈ ഡാം എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്, ബാണാസുര സാഗർ തന്നെയാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് എർത്ത് ഡാം ആണ് ഏതെന്ന് പറയുന്നത്, ബാണാസുര സാഗർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് സ്പ്രെഡ്സ് ഓവർ വിച്ച് ഡിസ്ട്രിക്ട്സ്. അപ്പൊ ഏതൊക്കെ ജില്ലകളിൽ കൂടിയാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് കടന്നു പോകുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കന്യാകുമാരി, തിരുനെൽവേലി, കൊല്ലം, തിരുവനന്തപുരം. അപ്പൊ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് 2001 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 2001. ഇനി യുനെസ്കോ ഇതിനെ റെക്കഗ്നൈസ് ചെയ്തത് 2016, 2016. ഓക്കെ, ഇതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്. സദേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദി വെസ്റ്റേൺ ഗട്ട്സിലാണ്. അതായത് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത്, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പൊ ഏകദേശം ഈ ഭാഗങ്ങളിൽ കന്യാകുമാരി, തിരുനെൽവേലി, കൊല്ലം, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഓപ്ഷൻ ഏതാണ്, 1, 2, 3 and 4 ഇതെല്ലാം എന്താണ്, ശരിയാണ്. അപ്പൊ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് സ്പ്രെഡ് ഓവർ വിച്ച് ഡിസ്ട്രിക്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ തമിഴ്നാടിന്റെ ഭാഗത്താണ്. അതായത് കന്യാകുമാരി, തിരുനെൽവേലി, കൊല്ലം, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇനി ഇവിടെയാണ് ശെന്തുരുണി എന്ന് പറഞ്ഞിട്ട് ഒരു എന്തുണ്ട്, വൈൽഡ് ലൈഫ്, ശെന്തുരുണി, പേപ്പാറ, അതേപോലെ തന്നെ നെയ്യാർ. ഇത് മൂന്നും ഏതിന്റെ ഭാഗമാണ്? ഇത് മൂന്നും എന്താണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. ഇതെല്ലാം ഏതിന്റെ ഭാഗമാണ്, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ
ഭാഗമായിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ് ശെന്തുരണി, പേപ്പാറ, നെയ്യാർ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യാ, ജസ്റ്റ് ഓർത്ത് വെക്കുക. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്. ഇനി ഇതെന്ന് പറയുന്നത് യുനെസ്കോന്റെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിന്റെ അണ്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറ്റ് ഇസ് റെക്കഗ്നൈസ്ഡ് അണ്ടർ യുനെസ്കോസ് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ആണ്. ഇത്രയും കാര്യങ്ങളാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർച്ചിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ലോക്കലൈസ്ഡ് വെദർ ഫിനോമിനൻ റെപ്രസെന്റിംഗ് റെയിൻഫോൾ ഗ്രേറ്റർ ദാൻ 100 millimeter per hour. അപ്പൊ ഒരു അവറിൽ ഗ്രേറ്റർ ദാൻ 100 millimeterൽ കൂടുതൽ മഴ പെയ്യാണ്. അപ്പൊ ആ ഒരു ഫിനോമിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ്. അതായത് ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ, ഒരു ചെറിയൊരു ടൗണിൽ 1 അവറിനുള്ളിൽ ഏകദേശം 100 millimeterനേക്കാൾ കൂടുതൽ എന്താണ് റെയിൻഫോൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് എന്താണ് പറയാന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ടൊർണാഡോ, ക്ലൗഡ് ബേസ്റ്റ്, തണ്ടർ സ്റ്റോം, ടൊറന്റ്. എന്താണ്, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു ടേം ആണ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലൗഡ് ബേസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ ആയിരിക്കും, പക്ഷെ ഒരു ചെറിയ ഏരിയയിലായിരിക്കും. അപ്പൊ ഓവർ എ സ്മോൾ ഏരിയയിൽ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലൗഡ് ബേസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യാ, ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഇവിടെ ബാക്കി ഓപ്ഷൻസ് കണ്ടോ. ടൊർണാഡോ. ടൊർണാഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു വയലന്റ് റൊട്ടേറ്റിംഗ് കോളം ഓഫ് എയർ ആണ്. അതാണ് വയലന്റ് റൊട്ടേറ്റിംഗ് കോളം ഓഫ് എയർ എക്സ്റ്റെൻഡിങ് ഫ്രം ദി ബേസ് ഓഫ് എ ക്യുമുലോനിംബസ് തണ്ടർസ്റ്റോം ടു ഗ്രൗണ്ട്. അതായത് ഇതൊരു ഫണല് പോലെ കാണും. ഇതൊരു വയലന്റ് ആയിട്ടുള്ള എന്താണ്, റൊട്ടേറ്റിംഗ് കോളം ഓഫ് എയർ ആണ് എന്തെന്ന് പറയുന്നത്, ടൊർണാഡോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ വെർട്ടിക്കലി ആണ്, സർഫസ് ഓഫ് ദി എർത്ത് നിന്ന് വെർട്ടിക്കലി ആയിരിക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതൊരു വയലന്റ് സ്റ്റോം ആണെന്നുള്ളതെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ ഓർത്ത് വെക്കുക. ഇപ്പൊ ക്ലൗഡ് ബേസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് തണ്ടർ സ്റ്റോം. തണ്ടർ സ്റ്റോം എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, തണ്ടർ സ്റ്റോം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഇന്റൻസ് വെതർ ഇവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, തണ്ടർ സ്റ്റോം എന്ന് വിളിക്കുന്നത്. അതിന്റെ കൂടെ എന്തുണ്ടാവും, ഇടിയും മിന്നലൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്താണ്, ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ആണ്. ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. അതായത് ഇടിമിന്നലോട് കൂടിയ വളരെ ശക്തമായിട്ടുള്ള മഴ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, തണ്ടർ സ്റ്റോം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടൊറൻഷ്യൽ റെയിൻഫോൾ. ടൊറൻഷ്യൽ റെയിൻഫോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൊറന്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്ട്രീംലി ഹെവി ആയിട്ടുള്ള, റാപ്പിഡ് ആയിട്ടുള്ള, ലോങ് ലാസ്റ്റിംഗ് റെയിൻഫോളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടൊറൻഷ്യൽ റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. ഇത് മൺസൂൺ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ടൈഫൂൺസ് എന്നൊക്കെ പറയുന്ന എന്താണ്, സൈക്ലോൺസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്തുണ്ടാവുക, ഈ ടൊറന്റ് അല്ലെങ്കിൽ ടൊറൻഷ്യൽ റെയിൻ എന്ന് പറയുന്ന എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ക്ലൗഡ് ബേർസ്റ്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ അത് എത്ര മില്ലിമീറ്റർ, ഈ ഒരു കണക്ക് നോക്കി വെക്കുക. ഗ്രേറ്റർ ദാൻ 100 millimeter per hour ആണ് എന്തെന്ന് പറയുന്നത്, റെയിൻഫോൾ എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയയിലാണ്. ഇനി അടുത്തത്, ഇത് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിലും പറഞ്ഞാണ് ഡീറ്റെയിൽ ആയിട്ട്. മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ കർണാടക ഇൻ 1983 ഫോർ ഫോറസ്റ്റ് കൺസർവേഷൻ. അപ്പൊ ഇതിന്റെയൊക്കെ ഇയർ ഒക്കെ നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല. കർണാടകയിലെ 1983 ഫോറസ്റ്റ് കൺസർവേഷന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് ഏതാണ്, ആപ്പിക്കോ മൂവ്മെന്റ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ മൂവ്മെന്റും, പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, അപ്പം ബിഷ്ണോയ് തൊട്ടിട്ട് എന്ത് ചെയ്യുക, ബാക്കി എല്ലാതും എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തൊന്ന് നോക്കിയാൽ മതി. എല്ലാതും പഠിച്ചിട്ട് പോകണം, എല്ലാത്തിന്റെ ഇയറും പഠിച്ചിട്ട് പോകണം, പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കുറിച്ചിട്ടും പഠിച്ചിട്ട് പോകണം. ഓരോ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ പേര്, ഇത് നടന്ന വർഷം. കാരണം നടന്ന വർഷം പഠിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ഈ മൂവ്മെന്റ്സ് എന്ത് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം എന്ത് ചെയ്യണം, നടന്ന വർഷം ഏകദേശം നിങ്ങളെ മനസ്സിൽ ഉണ്ടായിരിക്കണം. 1983 എന്ത് നടക്കുന്നത്, ആപ്പിക്കോ മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക, അതൊന്ന് റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ PDF കിട്ടുന്ന സമയത്ത് ഇതിൽ ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ നമ്മൾ എല്ലാതും എഴുതിയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ എല്ലാ മൂവ്മെന്റിന്റെ ഇയറും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകണം കേട്ടോ. എക്സാമിന് ചോദിക്കൂ ഇത് എന്തായാലും.
ഈ ഭാഗത്ത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാ മൂവ്മെന്റും അതിന്റെ ഇയറും പ്രധാനപ്പെട്ട ലീഡേഴ്സും എന്ത് ചെയ്യുക നോക്കിക്കൊണ്ട് പോവുക. അതേപോലെ തന്നെ ഏത് സ്ഥലത്താണ് ഈ മൂവ്മെന്റ് നടന്നതെന്നുള്ളതും എന്ത് ചെയ്യുക ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഫസ്റ്റ് UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് ഹെൽഡ് അറ്റ്. അപ്പൊ ഏതാണ് ഫസ്റ്റ് UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്? അത് എവിടെ വെച്ചാണ് നടന്നതെന്നാണ്. നമുക്ക് അതിന്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട്: ന്യൂയോർക്ക്, ജോഹനാസ്ബർഗ്, സ്റ്റോക്ക്ഹോം, റിയോ. അപ്പൊ ഫസ്റ്റ് UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ്. സ്റ്റോക്ക്ഹോമിലാണ് എന്ത് നടന്നിട്ടുള്ളത്? ഫസ്റ്റ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്. അപ്പൊ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയുന്നത് സ്വീഡനിലുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത്. അത് ജൂൺ 5 മുതൽ 16 വരെ 1972 ഈ ഇയർ ഒന്ന് ഓർത്ത് വെക്കണേ, കാരണം ഇയർ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 1972 ഫസ്റ്റ് UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് നടന്നിട്ടുള്ളത്. സ്വീഡനിലുള്ള സ്റ്റോക്ക്ഹോമിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നടന്ന വേൾഡിലെ തന്നെ ഒരു ഫസ്റ്റ് കോൺഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ പൊളിറ്റിക്സിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, സ്വീഡനിലാണ് സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന ഈ സ്ഥലം. ഇനി അടുത്തത് കൺവെൻഷൻ അഡോപ്റ്റഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ. അപ്പൊ ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്ത കൺവെൻഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. വിയന്ന, ബേസൽ, ബോൺ, സ്റ്റോക്ക്ഹോം. ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്ത കൺവെൻഷൻ എന്ന് പറയുന്നത് ഏതാണ്? വിയന്ന കൺവെൻഷൻ ആണ്. അപ്പൊ വിയന്ന കൺവെൻഷൻ നമുക്ക് എന്തൊക്കെയാ നോക്കണ്ടേന്ന് നോക്കാം. വിയന്ന കൺവെൻഷൻ വിയന്ന കൺവെൻഷൻ ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺവെൻഷൻ ആണ് ഏതെന്ന് പറയുന്നത് വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയർ അറിയണം. ചിലപ്പോൾ കൺവെൻഷൻ എന്ത് ചെയ്യാം, ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ വിയന്ന കൺവെൻഷൻ നടന്ന വർഷം എന്ന് പറയുന്നത് 1985 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ദി ഓസോൺ ലെയറുമായിട്ട് ബന്ധപ്പെട്ട കൺവെൻഷൻ ആണ് ഇതെന്ന് പറയുന്നത് വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബേസൽ കൺവെൻഷൻ ആണ്. അപ്പൊ ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതിന്റെ ഇയർ നമുക്ക് നോക്കണം. ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെൽത്തും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെയും ഹസാഡസ് വേസ്റ്റ് എന്ന് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ട്രാൻസ് ബൗണ്ടറി മൂവ്മെന്റിൽ, അതായത് ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് ഇതിന്റെ മൂവ്മെന്റ്, അതായത് ചില സമയത്ത് ആ കാലങ്ങളിലൊക്കെ എന്ത് നടന്നിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് ഈ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ എവിടെ കൊണ്ടുപോയി തള്ളിയ സംഭവം ഉണ്ടായിരുന്നു? അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ തള്ളുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടായ കൺവെൻഷൻ ആണ് എന്തെന്ന് പറയുന്നത് ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് ഇവിടെ ഓർത്തു വെക്കേണ്ടത്, ഹസാഡസ് വേസ്റ്റിന്റെ ട്രാൻസ് ബൗണ്ടറി മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് കൺവെൻഷൻ കൊണ്ടുവന്നത്? ബേസൽ കൺവെൻഷൻ കൊണ്ടുവന്നത്. ബേസൽ കൺവെൻഷൻ കൊണ്ടുവന്നത് 1989 അപ്പൊ ഇവിടെ ഞാൻ എഴുതി വെക്കാം, ട്രാൻസ് ബൗണ്ടറി മൂവ് ടു റെഗുലേറ്റ് transboundary movement of hazardous waste. അപ്പൊ ഹസാഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കൺവെൻഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ബോൺ കൺവെൻഷൻ ആണ്. നെക്സ്റ്റ് കൺവെൻഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബോൺ കൺവെൻഷൻ ആണ്. ബോൺ കൺവെൻഷൻ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസിന്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കൺവെൻഷൻ ആണ് ഏതെന്ന് പറയുന്നത് ബോൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ അണ്ടറിലാണ് ഇത് നടക്കുന്നത്. ഒരു ഇന്റർ ഗവൺമെന്റൽ ട്രീറ്റി ആണ്. 1979 ഏത് കൺവെൻഷൻ വരുന്നത്? ബോൺ കൺവെൻഷൻ വരുന്നത്. ഇവിടെ എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ്? മൈഗ്രേറ്ററി ആയിട്ടുള്ള വൈൽഡ് ലൈഫ്, അതായത് മൈഗ്രേറ്ററി സ്പീഷീസ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ്, അതിന്റെ ഹാബിറ്ററ്റ്,
അതൊക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ഈ മൈഗ്രേറ്ററി സ്പീഷീസിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വരെ എന്ത് ചെയ്യും, ഈ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ കാണില്ല. ചില സീസണിൽ നമ്മളെ കേരളത്തിലേക്കൊക്കെ വന്നിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കാറുണ്ട്. അപ്പൊ ഇവർക്കൊരു റൂട്ട് ഉണ്ടാവും. അതായത് ഇവർ ഒരു കോണ്ടിനെന്റിന് അടുത്ത കോണ്ടിനെന്റിലേക്ക് ഇവർ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ചില സീസൺസ് ഉണ്ടാവും. അവർ വരുന്ന ചില റൂട്ട്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് ഓവറോൾ മൈഗ്രേറ്ററി വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ ഹാബിറ്ററ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ മൈഗ്രേഷൻ റൂട്ട് പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഏത് കൺവെൻഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ബോൺ കൺവെൻഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ബോൺ കൺവെൻഷൻ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് എന്നുള്ളതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് അതാണ് ഏതെന്ന് പറയുന്നത്, ബോൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. സ്റ്റോക്ക്ഹോം നമ്മൾ ഇപ്പൊ കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് ഡിക്ലെയർഡ് ഇൻ 2020. അപ്പൊ 2020 യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, കാരണം കുറച്ച് പ്രീവിയസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഞാൻ പറയാം. പന്ന, ബന്ദിപ്പൂർ, കാസിരംഗ, കാഞ്ചൻജംഗ. ഇതിന്റെ ആൻസർ ഏതാണ്? പന്നയാണ്. പന്ന എന്ന് പറയുന്നത് എന്താണ്? പന്ന ഒരു ടൈഗർ റിസർവ് ആണ്. അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പന്ന ടൈഗർ റിസർവ് ആണ്. ഇത് ഏത് സംസ്ഥാനത്താന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. മധ്യപ്രദേശിലാണ് എന്തുള്ളത്. ഇത് ചിലപ്പോ എന്താണ് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ബയോസ്ഫിയർ റിസർവ് തന്നിട്ട് ഏത് സ്റ്റേറ്റിലാന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മധ്യപ്രദേശിലാണ് ഏത് ടൈഗർ റിസർവ് ഉള്ളത്? പന്ന ടൈഗർ റിസർവ് ഉള്ളത്. ഇത് യുനെസ്കോ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ട് ഡിക്ലെയർ ചെയ്തത് 2020. ഇനി അടുത്തത് ബന്ദിപ്പൂർ ആണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഉണ്ട്. ബന്ദിപ്പൂർ എന്ന് പറയുന്നത് എവിടെയാണ്? കർണാടകയിലാണ് ബന്ദിപ്പൂർ എന്ന് പറയുന്നത്. കർണാടകയിലാണ് ബന്ദിപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ഇത് 1973 പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായിട്ടാണ് ഏത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, പ്രൊജക്ട് ടൈഗർ. ഇനി അടുത്തത് കാസിരംഗയാണ്. കാസിരംഗ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. കാസിരംഗ നാഷണൽ പാർക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാസിരംഗ എന്ന് പറയുന്നത് എവിടെയാണ്? ആസാമിലാണ് കാസിരംഗ. ആസാമിലാണ് കാസിരംഗ സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? കാസിരംഗ എന്ന് പറയുന്നത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആണ് കാസിരംഗ എന്ന് പറയുന്നത്. കാസിരംഗ ഫേമസ് ആയിട്ടുള്ളത് ഈ വൺ ഹോൺഡ് റൈനോസേഴ്സ്, ഒറ്റ കൊമ്പുള്ള കാണ്ടാമൃഗം എന്ന് പറയുന്നതല്ലേ, വൺ ഹോൺഡ് റൈനോസേഴ്സ് ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. വൺ ഹോൺഡ് റൈനോസേഴ്സ് പോപ്പുലേഷൻ ആണ് ഇവിടെ കാണുന്നത്. വൺ ഹോൺഡ് റൈനോസേഴ്സ്. അതാണ് ഏതിന്റെ പ്രത്യേകത? കാസിരംഗ നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ആസാമിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഏതാണ്? കാഞ്ചൻജംഗ എന്ന് പറയുന്നതാണ്. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് സിക്കിമിലാണ്. ഇതും എന്തുതന്നെയാണ്? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ പെട്ട തന്നെയാണ്. സിക്കിമിലാണ്. ഇതെന്താണ്? മിക്സഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആണ്. മിക്സഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടതാണ് ഏതെന്ന് പറയുന്നത്. ഇത് സിക്കിമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. നോർത്ത് ഓഫ് സിക്കിം ആണ്. കാരണം എന്ത് ചെയ്യാം, മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താണ് നാഷണൽ പാർക്കോ ബയോസ്ഫിയർ റിസർവ് ഒക്കെ തന്നിട്ട് റൈറ്റ് സൈഡിൽ സ്റ്റേറ്റ് തന്നിട്ട് എന്ത് ചെയ്യാൻ ചോദിക്കാം. ഇനി അടുത്തത് പ്യൂർട്ടോ റിക്കോ ട്രഞ്ച്. പ്യൂർട്ടോ റിക്കോ ട്രഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. പ്യൂർട്ടോ റിക്കോ ട്രഞ്ച് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ കരീബിയൻ സീയുടെയും അറ്റ്ലാന്റിക് ഓഷ്യന്റെയും ഇടയിലാണ് എന്തുള്ളത്? പ്യൂർട്ടോ റിക്കോ ട്രഞ്ച് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇന്ത്യൻ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ. ഇതിന്റെ ആൻസർ ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അപ്പം ബൗണ്ടറി ബിറ്റ്വീൻ കരീബിയൻ സീ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ഇത്. ശരിക്കുള്ള ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബൗണ്ടറി ബിറ്റ്വീൻ ദി നോർത്ത് ഈസ്റ്റേൺ കരീബിയൻ സീ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഏതാ എടുക്കാൻ പറ്റുക? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. എന്ത് ചെയ്യാ, ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത്, അപ്പൊ ഇത്രയാണ് ഏതിൽ വരുന്നത്? ഈ 2020 മുതൽ 2022 വരെയുള്ള. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഈ ഭാഗത്തുനിന്ന്, അതായത് ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഏകദേശം വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തത് നമുക്ക് ഫിസിക്സും സ്പേസ് സയൻസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂണിറ്റ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഡിസ്റ്റൻസസ് ടു സ്റ്റാർസ് ആൻഡ് ഗാലക്സീസ്. അപ്പം സ്റ്റാർസിലേക്കും ഗാലക്സിയിലേക്കും ഉള്ള ഡിസ്റ്റൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കേസ് പറഞ്ഞിരുന്നു. നിങ്ങൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ യൂണിറ്റ്സ് എന്ത് ചെയ്യണം നോക്കിയിട്ട് പോകണം. 1-2 തവണ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഫിസിക്സിന്റെ ഭാഗത്തുനിന്ന് യൂണിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ലൈറ്റ് മിനിറ്റ്സ്, പാർസെക്, ബില്യൺ കിലോമീറ്റർ, പാരലാക്ക്, ഇതാണ് തന്നിട്ടുള്ളത്. അപ്പം ഡിസ്റ്റൻസസ് ടു സ്റ്റാർസ് ആൻഡ് ഗാലക്സീസ് എന്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? പാർസെക് എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റൻസസ് ടു സ്റ്റാർസ് ആൻഡ് ഗാലക്സീസ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത് പാർസെക് യൂണിറ്റ് കേട്ടോ. പാർസെക് ആണ്. പാർസെക് എന്ന് പറയുന്നത് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ്. അതായത് നമുക്കറിയാം സ്റ്റാർ ആൻഡ് ഗാലക്സി എന്നൊക്കെ പറയുന്നത് എത്രയോ ദൂരെയാണ്. അപ്പൊ ലെങ്ത് തന്നെയാണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ലെങ്ത്തിന്റെ ഒരു ലാർജസ്റ്റ് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? പാർസെക് എന്ന് പറയുന്നത്. അതായത് ഔട്ട്സൈഡ് ദ സോളാർ സിസ്റ്റത്തിൽ ഒക്കെ ഉള്ള എന്താണ് സ്റ്റാർസിന്റെയും മറ്റുമൊക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പാർസെക് പറയുന്ന യൂണിറ്റ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഒരു പാർസെക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ, 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയേഴ്സിനെയാണ് നമ്മൾ 1 പാർസെക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് താണു പത്മനാഭൻ. താണു പത്മനാഭനും കുറച്ച് മുന്നേ ഒരു കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം ആ സമയത്ത് അദ്ദേഹം മരിച്ച ആ സമയമാണ്. താണു പത്മനാഭൻ എന്ന് പറയുന്നത് ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് ആണ്. ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഇനി അടുത്തത് റോവർ ദാറ്റ് ലാൻഡഡ് ഓൺ മാർസ് ഇൻ ഫെബ്രുവരി 2021. ഇതും പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെർസെവറൻസ് ആണ്. ഇനി നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ISROന്റെ റീസെന്റ് ലാസ്റ്റ് 2 മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫെയിലിയർ ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. PSLV C62 മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലേറ്റസ്റ്റ് നടന്ന 2 PSLV മിഷനും എന്തായിട്ടുണ്ട്? ഫെയിലിയർ ആയിട്ടുണ്ട്. അത് PSLV C62 മിഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ അവസാനം ഏറ്റവും റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഫെബ്രുവരി 2026 ISROന്റെ ലേറ്റസ്റ്റ് മിഷൻ ആയിട്ടുള്ള PSLV C62 EOS N1 എന്ന് പറയുന്ന മിഷൻ. ആ മിഷൻ ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ലാസ്റ്റ് എന്തായി പോയത്? ഫെയിലിയർ ആയിട്ട് പോയത്. അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇത് 2 തവണയായി കണ്ടിന്യൂസ് ആയിട്ട് PSLV മിഷൻ എന്താവുന്നു? ഫെയിലിയർ ആയിട്ട് പോകുന്നു. അപ്പൊ അതുകൊണ്ട് അതൊന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് PSLV C62 EOS N1 എന്ന് പറയുന്ന മിഷനാണ് ഏറ്റവും അവസാനത്തെ ISROയുടെ മിഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ തൊട്ട് മുന്നേ LVM-3 M6 ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത് അതായിരുന്നു 2025 ഡിസംബറിൽ നടന്ന ഒരു മിഷൻ എന്ന് പറയുന്നത്. അതും ജസ്റ്റ് പക്ഷെ അതൊന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഈ സാധനം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. PSLV C62 എന്ന് പറയുന്ന മിഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഗഗൻയാൻ മിഷൻ ആസ്ട്രോനോട്ട്സിന്റെ പേര് അതൊക്കെ അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ അതൊക്കെ നോക്കിയിട്ടില്ലേ? ഗഗൻയാൻ മിഷനെ കുറിച്ചിട്ടൊക്കെ നോക്കിയിട്ടില്ലേ? ആരൊക്കെയാണ് എന്നൊക്കെയുള്ളത് ആസ്ട്രോനോട്ട്സ് ഒക്കെ? അതായത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് B നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ആൻഡ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല. ഇത്രയും പേരാണ് ഏത് മിഷന്റെ ഭാഗമാവുന്നത്? ഗഗൻയാൻ മിഷന്റെ ഭാഗമാവുന്നത്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ മാൻഡ് മിഷൻ. അതായത് സ്പേസിലേക്ക് ആളുകൾ പോകുന്ന മിഷനാണ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് വരാൻ പോകുന്നതാണ്. 2027 കൂടിയൊക്കെ ആയിരിക്കും ഈ മിഷൻ എന്താവുന്നുണ്ടാവുക? പോസിബിൾ ആവുന്നുണ്ടാവുക. അപ്പൊ അതെന്ത് ചെയ്യാ? ഓർത്ത് വെക്കണം കേട്ടോ. ആ 4 പേരുടെ പേര് പ്രശാന്ത് B നായർ, അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് ആൻഡ് വിംഗ് കമാൻഡർ ആരാണ്? ശുഭാംശു ശുക്ല. പിന്നെ ശുഭാംശു ശുക്ലനെ പറ്റിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കാര്യങ്ങള് അതും എന്ത് ചെയ്യണം? നോക്കി വെക്കണം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം പിന്നെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന 2ാമത്തെ ആസ്ട്രോനോട്ട് ആണ് ആരെന്ന് പറയുന്നത്? ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. അപ്പൊ അതും എന്ത് ചെയ്യാ? ഓർത്ത് വെക്കുക കേട്ടോ. സ്പേസിൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് സ്പേസിലേക്ക് പോകുന്ന 2ാമത്തെ ആസ്ട്രോനോട്ട് ആണ് ആരെന്ന് പറയുന്നത്? ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. സെക്കൻഡ് ഇന്ത്യൻ ഇൻ സ്പേസ് ആണ് കേട്ടോ. അതെന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ആ മിഷൻ നാസയുടെ മിഷനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നാസയുടെ ആക്സിയം 4 മിഷനിലാണ് ആര് പോയത്? ശുഭാംശു ശുക്ല സ്പേസിലേക്ക് പോയത്. ഇത് ഓർത്ത് വെക്കണേ. ഇതൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ശുഭാൻശു ശുക്ല അതെ സ്പേസിൽ പോയത് സെക്കൻഡ് ഇന്ത്യൻ ആണ്. സെക്കൻഡ് ഇന്ത്യൻ ടു സ്പേസ് ആണ്
ആ മിഷന്റെ പേരാണ് ഏത്? നാസയുടെ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സ്പേസിലേക്ക് പോയത്. ആ മിഷന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? നാസയുടെ ആക്സിയം 4 മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ISRO's സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെന്റർ ഇസ് നെയ്മഡ്. അത് നേത്ര എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. നേത്ര എന്നാണ് ISROയുടെ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെന്ററിന് നേത്ര എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കുക കേട്ടോ. നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ്. ഇതാണ് നേത്രയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് ആൻഡ് കൺട്രോൾ സെന്റർ ആണ് നേത്ര എന്ന് പറയുന്നത് ISROയുടെ. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. അതായത് ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ സ്പേസിലേക്ക് അയക്കുന്ന ഈ സാറ്റലൈറ്റുകളുടെ മറ്റൊക്കെ എന്തുണ്ടാവും, അവശിഷ്ടങ്ങൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ സ്പേസ് ഡബ്രിസ് എന്ന് പറയുന്നത്. അപ്പം അതിന്ന് സ്പേസ് ഡബ്രിസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്പേസ് അസറ്റിന് എന്ത് ചെയ്യുക, അത്തരം സ്പേസ് ഡബ്രിസ് എന്നൊക്കെ എന്ത് ചെയ്യുക, സെക്യൂർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ നേത്ര എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ അണ്ടറിൽ അവർ എന്ത് ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സ്പേസ് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കെമിസ്ട്രിയുടെ കുറച്ച് ഭാഗങ്ങളാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഭാഗം 2021-22 ആ ഒരു റേഞ്ചിൽ ഫിസിക്സ് എന്ന് വന്ന ഈ 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹാർഡർ റോക്ക് ഫോംഡ് ഫ്രം ഒറിജിനൽ റോക്ക് ഡ്യൂ ടു ഹീറ്റ് ആൻഡ് പ്രഷർ. അപ്പൊ ഒറിജിനൽ റോക്കിന് നമ്മൾ എന്ത് ചെയ്യാം, ഹീറ്റും പ്രഷറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഉണ്ടാവുന്ന ഹാർഡർ റോക്കിന് എന്താണ് പേര് എന്നാണ് ചോദിക്കുന്നത്. കോള്, മെറ്റമോർഫിക് റോക്ക്, ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്. അപ്പൊ ഏതാണ്? ഇഗ്നിയസ് റോക്ക് ആണ് നമ്മുടെ പാരന്റ് റോക്ക് എന്ന് പറയുന്നത്. ഇഗ്നിയസ് റോക്ക് ആണ്. അപ്പം അതിന്റെ മേലെ എന്താണ്, ഹീറ്റും പ്രഷറൊക്കെ അപ്ലൈ ചെയ്ത് ഉണ്ടാവുന്ന ഹാർഡർ റോക്കിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മെറ്റമോർഫിക് റോക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ റോക്സും അതിന്റെ ക്ലാസിഫിക്കേഷനും എക്സാമ്പിളും നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ജസ്റ്റ് നോക്കണം. കാരണം റോക്കും ക്ലാസിഫിക്കേഷനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെയാണ് ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. ഇഗ്നിയസ് റോക്ക് ആണ് എന്തെന്ന് പറയുന്നത്? പാരന്റ് റോക്ക് എന്ന് പറയുന്നത്. അതായത് മാഗ്മ അല്ലെങ്കിൽ ലാവ കൂൾ ചെയ്തിട്ട് ഉണ്ടാവുന്ന റോക്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇഗ്നിയസ് റോക്ക് എന്ന് വിളിക്കുന്നത്. ഇനി അതാണ് ഫസ്റ്റ് വൺ. മെറ്റമോർഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഗ്നിയസ് റോക്സിന് എന്ത് സംഭവിക്കുക? ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് ഹീറ്റ് കൊണ്ട് പ്രഷർ കൊണ്ടൊക്കെ ഇഗ്നിയസ് റോക്സിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്? മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇഗ്നിയസ് റോക്കിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കണം. ഇഗ്നിയസ് റോക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഗ്രാനൈറ്റ് എന്ത് റോക്കാണ്? ഇഗ്നിയസ് റോക്കാണ്. ഇനി ബസാൾട്ടും എന്താണ്? ഇഗ്നിയസ് റോക്കാണ്. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്രാനൈറ്റ്, ബസാൾട്ട് ഒക്കെ എന്താണ്? ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ ഇഗ്നിയസ് റോക്ക് തന്നെ അതിന്റെ ടൈപ്സും നമുക്ക് വേണ്ട. രണ്ടാമത് സെഡിമെന്ററി റോക്കാണ്. സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത് സെഡിമെന്റ്സ്, അതായത് റോക്ക് ഇങ്ങനെ പൊട്ടി എന്തെങ്കിലും കാരണം കൊണ്ട്, ഇപ്പൊ വെതറിങ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഓർഗാനിക് മാറ്റർ കൊണ്ടോ അല്ലെങ്കിൽ ലോങ് ടേമിൽ ഇങ്ങനെ എങ്ങനെയൊക്കെ എന്ത് സംഭവിക്കുക, റോക്ക് ഇങ്ങനെ പൊട്ടിപ്പൊടിയൊക്കെ ചെയ്യില്ലേ, അത്തരം സെഡിമെന്റ്സ് കാറ്റോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണ് ജോഗ്രഫിക്കൽ ഏജൻസ്, എക്സ്റ്റേണൽ ഏജൻസ് എന്ത് ചെയ്യും, കുറെ ദൂരം ഇങ്ങനെ ഒഴുക്കി കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ഇത് അവിടെ വെച്ചിട്ട് എന്താവും, ഈ സെഡിമെന്റ്സ് എല്ലാം കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? റോക്സ് ആയിട്ട് മാറും. അപ്പൊ അതിനാണ് എന്ത് വിളിക്കുന്നത്? സെഡിമെന്ററി റോക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സെഡിമെന്ററി റോക്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസിൽ കാണാൻ പറ്റുന്ന റോക്സ് ആണ്. ഫോസിൽ കാണും. സെഡിമെന്ററി റോക്സിലാണ് എന്തുണ്ടാവുക? ഫോസിൽ കാണുക. ഇഗ്നിയസ് റോക്സിൽ ഫോസിൽ പ്രസന്റ് ആയിരിക്കില്ല. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. ഹൈ ടെമ്പറേച്ചർ മാഗ്മ ലാവ കൂൾ ചെയ്തിട്ടുണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഫോസിലിന് എന്താണ് പ്രിസർവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഇഗ്നിയസ് റോക്സിൽ ഫോസിൽ കാണില്ല. ഫോസിൽ പ്രസന്റ് ആയിട്ടുള്ള റോക്കാണ് എന്തെന്ന് പറയുന്നത്? സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ആണ് സാൻഡ്സ്റ്റോൺ. ഈ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്യണേ. സാൻഡ്സ്റ്റോണ്, ഷെയില്, അതുപോലെ ലൈംസ്റ്റോണ്.
അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ആണ്. ഇനി മെറ്റമോർഫിക് റോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഇഗ്നിയസ് അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സിന് ഹീറ്റ് കൊണ്ടോ പ്രഷർ കൊണ്ടോ ഒക്കെ രൂപാന്തരം സംഭവിച്ചിട്ട് ഉണ്ടാവുന്ന റോക്സ് ആണ് എന്തെന്ന് പറയുന്നത്, മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, മാർബിൾ. മാർബിൾ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് മെറ്റമോർഫിക് റോക്കിന്. ഓക്കെ, ഇനി ലൈംസ്റ്റോണിന് രൂപാന്തരം സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, മാർബിൾ ഉണ്ടാവുന്നത്. അപ്പൊ ലൈംസ്റ്റോണിന് രൂപാന്തരം സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, മാർബിൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക്, ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡിമെന്ററി റോക്കാണ്. ആ സെഡിമെന്ററി റോക്കിന് ഹീറ്റ് കൊണ്ടോ പ്രഷർ കൊണ്ടോ ഒക്കെ എന്താണ് രൂപാന്തരം സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, മാർബിൾ ഉണ്ടാവുന്നത്. അപ്പൊ ലൈംസ്റ്റോണിനാണ് മാർബിൾ ഉണ്ടാവുന്നത്. ഇനി അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് സ്ലേറ്റ്. സ്ലേറ്റും എന്തിന് എക്സാമ്പിൾ ആണ്, മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ് സ്ലേറ്റ് എന്ന് പറയുന്നത്. ഷെയിലിന് എന്താണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, സ്ലേറ്റ് ഉണ്ടാവുന്നത്. ഇതും എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട 3 റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റമോർഫിക് റോക്ക്, മാർബിള്, സ്ലേറ്റ്, അതുപോലെ തന്നെ ക്വാർട്സൈറ്റും എന്തിന് എക്സാമ്പിൾ ആണ്, ക്വാർട്സൈറ്റും എന്തിന് എക്സാമ്പിൾ ആണ്, മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ് ക്വാർട്സൈറ്റും. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാ, ഓർത്ത് വെക്കുക. ഇതിന് ഗ്രാനൈറ്റും ബസാൾട്ടും, ഇനി ഒബ്സിഡിയൻ എന്ന് പറഞ്ഞിട്ടൊരു റോക്കും കൂടി ഉണ്ട്, ഒബ്സിഡിയൻ. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ്. മെറ്റമോർഫിക് റോക്കിന് നമ്മൾ പറഞ്ഞു ക്വാർട്സൈറ്റ്, മാർബിൾ, സ്ലേറ്റ്. ഇനി സെഡിമെന്ററി റോക്കിന് സാൻഡ്സ്റ്റോണ്, ലൈംസ്റ്റോണ്, ഷെയിൽ. ഇത് 3 എന്തിന് എക്സാമ്പിൾ ആണ്, സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഇതും കൂടി കൺവേർഷനും കൂടെ ഓർത്ത് വെക്കുക. ലൈംസ്റ്റോണിന് രൂപാന്തരം സംഭവിച്ചിട്ട് ഹീറ്റിന്റെയും പ്രഷറിന്റെ ഒക്കെ അണ്ടറിൽ രൂപാന്തരം സംഭവിച്ചിട്ടാണ് മാർബിൾ ഉണ്ടാവുന്നത്. ഷെയിലിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, സ്ലേറ്റ് ഉണ്ടാവുന്നത്. അതും കൂടി എന്ത് ചെയ്യുക, ഇവിടെ ഓർത്ത് വെക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി ICTയുടെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇൻവെന്റേഴ്സ് ഓഫ് ഇന്റർനെറ്റ്. അപ്പൊ ഇന്റർനെറ്റിന്റെ ഇൻവെന്റേഴ്സ് എന്ന് പറയുന്നത് വിൻഡൻ സർഫ് ആൻഡ് ബോബ് ഖാൻ എന്ന് പറയുന്നത്. അവരാണ് TCP/IP പ്രോട്ടോകോൾ കണ്ടുപിടിച്ചത്. ഈ TCP/IP പ്രോട്ടോകോളിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഇന്റർനെറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത്. അപ്പൊ ഇന്റർനെറ്റിന്റെ ഇൻവെന്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, വിൻ സർഫ് അതുപോലെ ബോബ് ഖാൻ. അവരാണ് TCP/IP പ്രോട്ടോകോൾ 1970കളിലാണ് TCP/IP പ്രോട്ടോകോൾ എന്ത് ചെയ്തത്, ഇവര് കണ്ടെത്തുന്നത്. അപ്പൊ അതാണ് നെറ്റ്വർക്കിങ്ങിന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഇൻവെന്റേഴ്സ് ഓഫ് ഇന്റർനെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ വിൻഡൻ സർഫ് ആൻഡ് ബോബ് ഖാൻ ആണ് കേട്ടോ, വിൻഡൻ സർഫ് ആൻഡ് ബോബ് ഖാൻ. ഇനി അടുത്തത് IT ആക്ടിന്റെ സെക്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഫുള്ള് എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ സെക്ഷൻ അതുപോലെ പഠിക്കാം. അതിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, ഈ PDF ഞാൻ തരാം കേട്ടോ. ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോണേ. കാരണം IT ആക്ട് സെക്ഷനിൽ ക്വസ്റ്റ്യൻ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 43, 60 ഈ എല്ലാ സെക്ഷനും ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാ, പഠിച്ചിട്ട് പോവുക കേട്ടോ. ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്ഷൻ ഓഫ് IT ആക്ട് ഡീലിംഗ് വിത്ത് ഓൺലൈൻ അബ്യൂസ് ഓഫ് ചിൽഡ്രൻ. അപ്പൊ ഓൺലൈൻ അബ്യൂസ് ഓഫ് ചിൽഡ്രൻ, അതിനുള്ള പണിഷ്മെന്റ്, അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന IT ആക്ട് 2000 സെക്ഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അത് സെക്ഷൻ 67B ആണ് കേട്ടോ. സെക്ഷൻ 67B ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇന്റർനെറ്റിലൂടെ പബ്ലിഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരെയുള്ള പെനാൾട്ടീസ്, അതിനുള്ള ശിക്ഷ, അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന IT ആക്ട് 2000 സെക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 67B എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബാക്കി സെക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 64B IT ആക്ടിലെ സെക്ഷൻ 64B എന്ന് പറയുന്നത് ഈ 64B എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലാണ് കേട്ടോ. IT ആക്ടിൽ അങ്ങനെ സെക്ഷൻ 64B എടുത്ത് പറയുന്നില്ല. ബാക്കി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 66B ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഇവിടെ ഉണ്ട്. 66B എന്ന് പറയുന്നത് ഡിസോണസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റോളൻ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, റിസീവ് ചെയ്യാണ്. അതാണ് ഏതിൽ പറയുന്നത്, സെക്ഷൻ 66B പറയുന്നത്. പിന്നെ 66C എന്ന് പറയുന്നത് ഐഡന്റിറ്റി തെഫ്റ്റിനുള്ള പണിഷ്മെന്റ് ആണ്. പിന്നെ 66D എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ചീറ്റിംഗ് ആണ് 66D പറയുന്നത്. പിന്നെ വയലേഷൻ ഓഫ് പ്രൈവസി, അതിനുള്ള പണിഷ്മെന്റ് ആണ് ഏതിൽ പറയുന്നത്, 66E പറയുന്നത്. ഇത് മൂന്നും പഠിച്ചു വെക്കണേ. സെക്ഷൻ 67, 67A,
67B. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. 67B ആണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. പബ്ലിഷിംഗ് മെറ്റീരിയൽ ഡെപ്പിക്റ്റിംഗ് ചിൽഡ്രൻ ഇൻ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട്. അപ്പൊ അത്തരം മെറ്റീരിയൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 വർഷം വരെ തടവും പിഴയും ഒക്കെ കിട്ടും. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഏതിൽ ഡിസ്കസ് ചെയ്യുന്നത്? 67B ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നോക്കി വെക്കേണ്ടതാണ് 43, 65, 66. ഇത് 3 എന്ത് ചെയ്യണം നോക്കണം. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള IT ആക്ടിലെ സെക്ഷൻ ആണ് കേട്ടോ. അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് എക്സാമിന് മുന്നേ വെറുതെ ഒന്ന് വായിച്ചിട്ട് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, JPEG സ്റ്റാൻഡ്സ് ഫോർ. ഇത് ഒരു ക്ലാസ്സിൽ നമ്മൾ എല്ലാത്തിനും ഫുൾ ഫോം എഴുതിയിട്ടുണ്ട്. JPEG എന്ന് പറയുന്നത് ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ് എന്നുള്ളത് ആണ് എന്തെന്ന് പറയുന്നത്, JPEG എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫോർട്രാൻ. ഫോർട്രാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോഫ്റ്റ്വെയർ ആണോ, ഹാർഡ്വെയർ ആണോ, കമ്പനി ആണോ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ? ഫോർട്രാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ C++, ജാവ, SQL എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, ഫോർട്രാൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് TDM, VSAT TDM. ഇതിൽ TDM സ്റ്റാൻഡ്സ് ഫോർ, TDM എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലക്സിംഗ് ടെക്നിക് ആണ്. ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, TDM എന്ന് പറയുന്നത്. ഇനി FDM ചോദിക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഇനി CDM ചോദിക്കുവാണെങ്കിൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, CDM എന്ന് പറയുന്നത്. ഇതാണ് 3 പ്രധാനപ്പെട്ട മൾട്ടിപ്ലക്സിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. മൾട്ടിപ്ലക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തുണ്ട്, ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. ഇതാണ് നമുക്ക് ആകെയുള്ള ബാൻഡ് വിഡ്ത്ത്. നമുക്ക് എന്ത് ചെയ്യണം, കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മളിൽ ABCD ഇങ്ങനെ കുറെ സോഴ്സുകൾ ഇവിടെ ഉണ്ട്. ഇവർക്കെല്ലാം എന്ത് ചെയ്യണം, ഈ ലിമിറ്റഡ് ബാൻഡ് വിഡ്ത്തിലൂടെ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്താൽ ഇവിടെ എന്താവും, കൺജഷൻ ആവും. പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യില്ല, ഡെസ്റ്റിനേഷനിലേക്ക് ഈ മെസ്സേജ് എത്തണമെന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മൾട്ടിപ്ലക്സിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ TDM ആണെങ്കിൽ ഇതിപ്പം ഒരു ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പം ആദ്യത്തെ 10 സെക്കൻഡ് A എന്ന് പറയുന്ന സോഴ്സിലുള്ള ആൾക്ക് മെസ്സേജ് വിടാം. പിന്നത്തെ 10 സെക്കൻഡിൽ B എന്ന് പറയുന്ന ആൾക്ക് വിടാം. അപ്പൊ ഓരോ ടൈം സ്ലോട്ട് ആണ്. അപ്പൊ എന്തുണ്ടാവില്ല, അവിടെ ഇന്റർഫറൻസ് ഉണ്ടാവില്ല. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, TDM എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഈ ഉള്ള ഫ്രീക്വൻസിനെ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോരുത്തർക്കായിട്ട് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഇത്ര ടു ഇത്ര വരെയുള്ള ഫ്രീക്വൻസി ബാൻഡ് എന്ന് പറയുന്നത് എക്ക്, ഇത്ര മുതൽ ഇത്ര വരെയുള്ളത് ബിക്ക്, അങ്ങനെ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കില്ല. ഈ 3 ഫുൾ ഫോം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. TDM എന്ന് പറഞ്ഞാൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ്. CDM എന്ന് പറഞ്ഞാൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ്. FDM എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ്. ഇങ്ങനെ പരീക്ഷയ്ക്ക് കാണുമ്പോൾ നമുക്ക് എല്ലാം കൂടി എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആവും. അപ്പൊ കറക്റ്റ് എന്ത് ചെയ്യുക, ഫുൾ ഫോം ഓർത്ത് വെക്കുക. മാറി ഒന്നും കുത്തിപ്പോരുത് കേട്ടോ, ശരിക്കും വായിച്ചു നോക്കണേ. ഇതെല്ലാം കൂടെ കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുന്നുണ്ട്. അപ്പൊ ശരിക്കും എന്ത് ചെയ്യുക, വായിച്ചു നോക്കിയിട്ട് എഴുതുക. മൾട്ടിപ്ലക്സിംഗ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ടൈം ഡിവിഷൻ ആണ്. ഇവിടെ കണ്ടോ ടോട്ടൽ എന്നൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, പെട്ടെന്ന് വെപ്രാളത്തിലൊക്കെ ചാടി കുത്തിക്കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കാം. ഇനി അടുത്തത് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ തന്നതൊക്കെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. ഒരെണ്ണം മാത്രം എന്തല്ല, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ അല്ല. കാസ്പർസ്കി എന്ന് പറയുന്നത് എന്താണ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. നോർട്ടൺ ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. ആവാസ്റ്റോ എന്താണ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞാൽ എന്താണ്, വെബ് ബ്രൗസർ ആണ്. അപ്പൊ അതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. അപ്പം ആന്റിവൈറസ് സോഫ്റ്റ്വെയർ കുറച്ച് എക്സാമ്പിൾ എന്തായാലും എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചിട്ട് പോകണം. ഇത് നിങ്ങളിൽ സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണ്. മെക്കഫി എന്ന് പറയുന്നത് എന്താണ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. ഇത് എല്ലാ വർഷവും ഈ സെറ്റിന്റെ എക്സാമിന് ഈ IT ഭാഗത്ത് നിന്ന് ആന്റിവൈറസ് സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ തന്നിട്ട് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ തന്നതിൽ ഏതാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മെക്കഫി ഉണ്ട്, നോർട്ടൺ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ബിറ്റ് ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഉണ്ട്, ബിറ്റ് ഡിഫൻഡർ. ഈ എക്സാമ്പിൾസ് മാത്രം മതി കേട്ടോ. എക്സാമ്പിൾസ് ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ആവാസ്റ്റ് ഇവിടെ ഉണ്ട്, നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളത് വിൻഡോസ് ഡിഫൻഡർ എന്നൊക്കെ പറയുന്നത് ബിൽറ്റിൻ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ AVG എന്ന് പറയുന്നതും എന്താണ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. AVG ആൻഡ് ആവാസ്റ്റ്. പിന്നെ ടോട്ടൽ AV ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. ടോട്ടൽ AV. ഇതൊക്കെ മതിയായിരിക്കും. ഈ എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ.
കാരണം ഇത് സ്ഥിരം ഒരു ക്വസ്റ്റൻ ആണ്. നോർട്ടൺ, മക്കഫെ, ആവാസ്റ്റ്, ബിറ്റ് ഡിഫൻഡർ, AVG, മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ, ആവിറ, ഇതൊക്കെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ആവിറ, ഇതൊക്കെ മതിയായിരിക്കും, ഇതൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇൻക്ലൂഡ്സ്. അപ്പൊ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഡിസൈനിങ് എനർജി എഫിഷ്യന്റ് ഡിവൈസസ്, രണ്ടാമത്തത് എക്കോ ഫ്രണ്ട്ലി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, മൂന്നാമത്തത് ഈ റീസൈക്ലിംഗ് ഇലക്ട്രോണിക് വേസ്റ്റ്, നാലാമത്തത് മിനിമൈസിംഗ് വേസ്റ്റ് ഇൻ മാനുഫാക്ചറിങ്. അപ്പൊ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ ചെയ്യുക, അതായത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താണ് ഈ ICTയുടെ ഉപയോഗം അല്ലെങ്കിൽ കമ്പ്യൂട്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പം ഡിസൈനിങ് എനർജി എഫിഷ്യന്റ് ഡിവൈസസ്, അത് നല്ലതാണ് അല്ലെ. എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിവൈസസ് ആണെങ്കിൽ പൊല്യൂഷൻ കുറയും അല്ലെ. നമ്മൾ പറയും 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഡിവൈസസ് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിവൈസസിന്റെ ഡിസൈനിങ് എന്ന് പറയുന്നത് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു പാർട്ടാണ്. അടുത്തത് ഇക്കോ ഫ്രണ്ട്ലി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതും എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ റീസൈക്ലിംഗ് ഓഫ് ഇലക്ട്രോണിക് വേസ്റ്റ്, അതായത് ഇലക്ട്രോണിക് വേസ്റ്റ് എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതായത് നമ്മൾ ഇലക്ട്രോണിക് വേസ്റ്റ് നമ്മൾ ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ കുറച്ചാൾ ഉപയോഗിച്ച് കേട് വന്നു, നമ്മളത് വെറുതെ എന്താണ് വലിച്ചെറിയുക അല്ലെങ്കിൽ കളയുന്നതിന് പകരം എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പാർട്സ് ഒക്കെ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിന്റെ സമയത്ത് വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. അതൊക്കെ എന്തിന്റെ ഭാഗമാണ്, ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 1, 2, 3 and 4 ആണ്. ഇതെല്ലാം എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ള ആ ഒരു സംഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് ലാൻ. ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇതെല്ലാം പഠിച്ചു വെക്കണേ. ലാൻ ഉണ്ട്, വാൻ ഉണ്ട്, മാൻ ഉണ്ട്. അപ്പൊ ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ വീട്. അപ്പൊ നമുക്ക് ഒരു നെറ്റ് ഉണ്ട്. നിങ്ങളെ വീട്ടിലിപ്പോ എന്തുണ്ട്, ഒരു മോഡ് ഉണ്ട്. അപ്പൊ ഇതാണ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ഫോൺ ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഒരാളുടെ ലാപ്ടോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു നെറ്റ്വർക്കുമായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പൊ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം എന്താണ്, പരസ്പരം കണക്റ്റഡ് ആണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് എന്ത് ചെയ്യാം, എനിക്ക് മെസ്സേജ് അയക്കാം, ഇവിടുന്ന് ഇവിടത്തേക്ക് അയക്കാം, ഇവിടുന്ന് ഇവിടത്തേക്ക് അയക്കാം. അപ്പൊ ഈ ഡിവൈസസ് ഒക്കെ എന്താണ്, പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു വീടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ, അതിനെയാണ് നമ്മൾ ലോക്കൽ ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്, വാൻ എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനെറ്റ് എന്താണ്, ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇനി മാൻ എന്ന് പറയുന്നത് എന്താണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഒരു ടൗൺ ആണ്. അപ്പൊ ഇവിടെ ഒരു 4-5 ഇപ്പൊ ഇതൊരു ലാൻ ആണ് അല്ലെ. ഇങ്ങനെയുള്ള ഒരു 3-4 ലാനിനെ ഇന്റർ കണക്ട് ചെയ്തിട്ട് ഒരു സിറ്റി നെറ്റ്വർക്ക്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതിലും ലാൻഡിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യുക, ഫുൾ ഫോം പഠിച്ചു വെക്കുക, ഓരോന്നിന്റെയും എന്താണ് ഡെഫിനിഷൻ അറിഞ്ഞിരിക്കാം. ലാൻ എന്താണ്, വാൻ എന്താണ്, മാൻ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ലാൻ എന്ന് പറയുന്നത് എന്താണ്, ലോക്കൽ ഓഫീസ്, അതാണ് അല്ലെ നമ്മുടെ വീട്, അതാണ് ലാനിൽ ഓർത്ത് വെക്കേണ്ടത്. മാൻ എന്ന് പറയുന്നത് സിറ്റി വൈഡ് ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇനി വാൻ എന്ന് പറയുന്നത് എന്താണ്, ഗ്ലോബൽ ആണ് കേട്ടോ. ഈ തെറ്റിപ്പോരുടെ, വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആണ്. ഇന്റർനെറ്റ് ആണ് എന്തിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്, വാനിലുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി വേറൊന്നുണ്ട്, പാൻ. പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പാൻ എന്ന് പറയാ. പാൻ പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളെ ബ്ലൂടൂത്ത്, നമ്മുടെ ഫോണ് നമ്മളെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിക്കില്ലേ, അതാണ് ഏതിന്റെ അണ്ടറിൽ വരുന്നത്, പാൻ എന്ന് പറയുന്നത്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരാളുടെ ഒരു ഫോണും ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്, പാനിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പ്രത്യേകിച്ചിട്ട് ഇതെന്താ മൂന്നും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതിപ്പോ നമ്മളോടൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു ഹോം ഓഫീസിലെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ അത് ലാൻ ആണ്, അത് ഓർത്ത് വെക്കാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത്. ഇനി അടുത്തത് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം. സ്പ്രെഡ്ഷീറ്റ് ഏതാണ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം, MS വേർഡ് ആണോ, MS എക്സൽ ആണോ, MS ഡോസ് ആണോ, പവർ പോയിന്റ് ആണോ? അപ്പൊ ഇതിലെ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഏതാണ്, എക്സൽ ആണ് അല്ലെ. എക്സലാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഏതാണ്,
സ്പ്രെഡ്ഷീറ്റ് ടൂളിൽ പെട്ടതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സ്പ്രെഡ്ഷീറ്റ് ടൂൾസിന് എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡാറ്റാസ് എൻട്രി ചെയ്യും, നമുക്ക് കാൽക്കുലേഷൻസും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും മൈക്രോസോഫ്റ്റ് എക്സലിന്റെ അകത്ത്. അപ്പൊ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമിന് എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിജിറ്റൽ സ്റ്റെതസ്കോപ്പ് ആയുസിംഗ് വാസ് ഡെവലപ്ഡ് ബൈ. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നേ വന്നൊരു ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് അത് ഓർത്ത് വെച്ചാൽ മതി. CSIR CME-RI ആണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? ഡിജിറ്റൽ സ്റ്റെതസ്കോപ്പ് ആയുസിംഗ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു 2022, 23, 21 മുതൽ 23 വരെയുള്ളത്, 25 വരെയുള്ളത് ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ് 1-2 ക്ലാസ് കൊണ്ട് ബാക്കി കുറച്ചും കൂടെ ഒരു 18 തൊട്ടിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നാളെ മറ്റന്നാളും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് പോവാ. IT പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് നമ്മൾ ക്ലാസ്സിൽ എടുത്തതിന്റെ നോട്ട്സ് ഇല്ലേ, അതൊന്ന് വായിച്ചിട്ട് പോകാൻ പറ്റുവാണെങ്കിൽ വായിച്ചിട്ട് പോവാം. കാരണം IT നല്ലപോലെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം വലിയ വാസ്റ്റ് ആയിട്ടുള്ള സാധനത്തിന് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ചോദിക്കേണ്ടത്. പക്ഷെ IT അങ്ങനെയല്ല. ITക്ക് കൃത്യമായിട്ടൊരു സിലബസ് തന്നത് കൊണ്ട് തന്നെ IT നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ IT നന്നായിട്ട് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ട് വെറുതെ ഒന്ന് തന്ന സാധനങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, വായിച്ചിട്ട് പോവാ. പിന്നെ അതുപോലെ ഹ്യൂമാനിറ്റീസും പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യാം, നന്നായിട്ട് നോക്കിയിട്ട് പോകും. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എൻവയോൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എൻവയോൺമെന്റൽ കൺവെൻഷൻ എന്ത് ചെയ്യുക, എല്ലാം നോക്കിയിട്ട് പോവാ കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തിട്ട് പോവാ. പിന്നെ അതുപോലെ ചെയ്യേണ്ടത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്, അതെല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മൂവ്മെന്റും, അതായത് ബിഷ്ണോയ് മൂവ്മെന്റ് തൊട്ടിട്ട് നമ്മൾ എന്താ ചിപ്കോ, അതുപോലെ തന്നെ ആപ്പിക്കോ, സൈലന്റ് വാലി, അതുപോലെ തന്നെ നർമ്മദ ബച്ചാവോ ആന്തോളൻ, അങ്ങനെയുള്ള എല്ലാ മൂവ്മെന്റും എന്ത് ചെയ്യുക, ഒന്ന് ഓവറോൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് ബാക്കി കുറച്ചും കൂടെ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടു പോകരുത് കേട്ടോ. IT മാക്സിമം എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നിട്ട് കണ്ടിട്ടൊന്ന് പോവാൻ വേണ്ടി നോക്കുക. കാരണം അത് നിങ്ങൾക്ക് അത്യാവശ്യം ഹെൽപ്പ് ചെയ്യും. ഇനി ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഈ കൺവെൻഷൻസ്, എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺവെൻഷൻസ്, ഇത്രയും നന്നായിട്ട് നോക്കിയിട്ട് പോവാം. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു 10, 20, 15 മാർക്കോളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് എന്ത് ചെയ്യാൻ നന്നായിട്ട് നോക്കിയിട്ട് പോവാം. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഇതിന് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഓക്കെ, അപ്പൊ താങ്ക് യു.